നമുക്കായിരിക്കാം. എല്ലാവരും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരു ചിന്ത ദൈവം എനിക്കിപ്പോൾ തന്നത് നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ താല്പര്യപ്പെടുന്നത്, നാം ഇപ്പോൾ പറഞ്ഞു കേട്ട അതേ വിഷയം തന്നെ, സകല നാമത്തിനും മേലായ നാമം. സകല നാമത്തിനും മേലായ നാമം. The name which is above every other name. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1:21 വാക്യം നമുക്കൊന്ന് വായിക്കാം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1:21 വാക്യം. Holy Spirit. Praise be to God. Hallelujah. ഒരിക്കൽ കൂടെ വളരെ സ്ലോ ആയിട്ടൊന്ന് വായിച്ചാട്ടെ സഹോദരി. അത് അത്യന്തം മീതെ. ഹല്ലേലൂയ. പേര് ഇട്ടിരിക്കുന്ന വിഷയങ്ങൾ, പേരിന് ഇടാൻ പോകുന്ന വിഷയങ്ങൾ, past, present, future. There is no name which comes anywhere closer to the name of Jesus. Hallelujah. ഫിലിപ്പ് 2:9-10 ഭാഗങ്ങളിൽ കാണുന്നത്, അവിടെ നമ്മൾ കാണുന്നത്, the name which is above every other name, the name at which every knee shall bow. എല്ലാം മുട്ടുമടങ്ങും. എന്തിനൊക്കെ പേര് കൊടുക്കാൻ പറ്റുമോ അതെല്ലാം മടങ്ങുന്ന ഒരു പേര്, യേശുവിൻ്റെ നാമം. ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ആ പേരാ അപ്പോസ്തല പ്രവൃത്തി 4:12 പറയുന്നത്, സ്വർഗത്തിന് താഴെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പേര്. ആ പേരല്ലാതെ മറ്റൊരു പേരിലും രക്ഷയില്ല. ആ പേരിലല്ല. There is no other name in which is found salvation. രക്ഷ എന്ന് പറയുന്നതിനകത്ത് അടങ്ങിയിരിക്കുന്നതാണ് എന്തുവാണ്? നിത്യമായ മരണത്തിൽ നിന്നുമുള്ള രക്ഷ, നമ്മുടെ പാപത്തിന്റെ പരിണിത ഫലമായി വരാമായിരുന്ന രോഗം, ശാപം, മരണം, സകലത്തിൽ നിന്നുമുള്ള വിടുതൽ, നമ്മുടെ പാപത്തിന്റെ ശമ്പളമായി നാം കൊടുക്കേണ്ട സകല കണക്കുകളും തീർത്തിരിക്കുന്ന ഒരു നാമം. ഹല്ലേലൂയ. ഈ സാൽവേഷൻ എന്ന് പറയുന്ന ആ വാക്കിനകത്ത് അടങ്ങിയിരിക്കുന്നതാണ് വിടുതൽ. ഈ ലോകത്തിലെ പല ആവശ്യങ്ങളിൽ നമുക്ക് വിടുതൽ വേണമെങ്കിൽ ആ നാമത്തെ വിളിക്കുമ്പോൾ വിടുതലുണ്ടെന്ന് ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം പറയുന്നു. ആ രക്ഷ എന്ന് പറയുന്ന പേരിനകത്തുള്ളതാണ് സൗഖ്യമുള്ളത്. ആ രക്ഷ എന്ന് പറയുന്നതിനകത്താണ് ദൈവത്തിന്റെ സംരക്ഷണമുള്ളത്. ഹല്ലേലൂയ. ഈ നാമത്തെ വിളിക്കുവാൻ ഒരുക്കമുണ്ടെങ്കിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം ഇങ്ങനെ പറയുന്നത്, റോമർ 10:13, call upon the name of the Lord. Call upon this name. ഏത് കാര്യം നാം ചെയ്യുവാൻ വിത്ത് അണ്ടർസ്റ്റാൻഡിങ്, നാം ഒരു സങ്കീർത്തനം വായിക്കുന്നതാകട്ടെ, നാം ഒരു ഗാനം ആലപിക്കുന്നതാകട്ടെ, സങ്കീർത്തനം 47:7 പറയുന്നത്, praise him with understanding. Hallelujah. കാര്യം ഗ്രഹിച്ച്, കാര്യം മനസ്സിലാക്കി വേണം നാം ചെയ്യുന്ന സകല പ്രവർത്തനങ്ങൾ. അങ്ങനെയെങ്കിൽ ഈ നാമം സദൃശവാക്യം 18:10 പറയുന്നത്, the name of the Lord is a strong tower. Hallelujah. അവന്റെ നാമം ഒരു ഗോപുരമാണ്. ഹല്ലേലൂയ. നീതിമാൻ അതിലേക്ക് ഓടി കയറും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഭാരത്തോടെ, പ്രയാസത്തോടെ, സങ്കടത്തിന്റെ നടുവിലായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഭാവിയെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, അതിനെല്ലാം ഒരു പേരുണ്ട് സഹോദര സഹോദരി. എന്നാൽ ആ പേരുകളെല്ലാം മടങ്ങുന്ന ഒരു സ്ഥലമുണ്ട്. എവിടെന്നറിയുമോ? ആ നാമത്തെ നാം വിളിക്കുമ്പോൾ സങ്കീർത്തനം 50:15 പറയുന്നത്, കഷ്ടകാലത്ത് നീ എന്നോട് വിളിച്ചപേക്ഷിക്കൂ. ഹല്ലേലൂയ. പ്രൈസ് ബി ടു ഗോഡ്. In the day of trouble you will call me and I will deliver you. സങ്കീർത്തനം 91:14-15 ഭാഗത്തിൽ ഇത് തന്നെ പറയുന്നത്, കഷ്ടകാലത്ത് എന്നോട് വിളിച്ചപേക്ഷിക്കൂ, ഞാൻ അവന് ഉത്തരം അരുളും. മാത്രമല്ല, ഞാൻ അവനോട് കൂടെ ഇരിക്കൂ. ഹല്ലേലൂയ. ഉയർത്തുന്ന ഒരു ദൈവം. അങ്ങനെയെങ്കിൽ ഒരു 2 മിനിറ്റത്തേക്ക് നാം ഒന്ന് പ്രാർത്ഥിക്കുവാൻ പോകുന്നത്. ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെയല്ല, നിങ്ങളുടെ മനസ്സിലുള്ള ഏതെല്ലാം ഭാരമാകട്ടെ, ഏതെല്ലാം വാഴ്ചകളെ കുറിച്ചുള്ള കഥകളാകട്ടെ, ഏതെല്ലാം അന്ധകാര ശക്തികളെ കുറിച്ചുള്ള കഥകളാകട്ടെ, ഏതെല്ലാം വിഷയം, whatever is troubling you, but right now, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അവന്റെ നാമം
ഓ ലോർഡ്, ഓ ലോർഡ്, അവന്റെ നാമത്തിൽ ഒരു ശക്തിയുണ്ട്. അവന്റെ നാമത്തെ നാം വിശ്വാസത്തോടെ വിളിക്കുമ്പോൾ സ്വർഗം ഇടപെടുക തന്നെ ചെയ്യും. ഇന്ന് പകൽക്കാലം എല്ലാ കണ്ണുകളും ശാന്തമായി അടഞ്ഞിരുന്ന് ഈ നാമത്തെ വിളിക്കുമ്പോൾ സ്വർഗം ഉത്തരമായിരിക്കുന്നതൊന്ന് വിശ്വാസ കണ്ണുകൾ കൊണ്ടൊന്ന് കണ്ടാട്ടെ. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. അവൻ ഉണ്ടെന്നും അവനെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്ന ഒരു ദൈവം എന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നുവെങ്കിൽ ഇന്ന് സ്വർഗം കാണവേ, ഇന്ന് സ്വർഗം കാണവേ. ഹല്ലേലൂയ, നിങ്ങളുടെ വിശ്വാസത്തെ ഒന്ന് പ്രകടിപ്പിച്ചാട്ടെ. അത് ഹല്ലേലൂയ നിങ്ങളുടെ ആധരങ്ങളിൽ കൂടെ. ഹല്ലേലൂയ, let there be faith confession. വിശ്വാസത്തിന്റെ വാക്കുകൾ, ജീവന്റെ വാക്കുകൾ, ജയത്തിന്റെ വാക്കുകൾ. ഓ ഷാബ റാഖ നാഥ റാബ കരകൾ അടിക്കുന്നവർ കരകൾ അടിച്ച് ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. വിശ്വാസ കണ്ണുകൾ കൊണ്ട് ഒന്ന് കണ്ടാട്ടെ. ഹല്ലേലൂയ. ഓ ശബരബലബ ശിവരിബലബ രോഗത്തിന്റെ വിഷയങ്ങളാണോ അതിന്റെ മേൽ ജയവർത്താട്ടെ. ഹല്ലേലൂയ. ഓ ശബരബലബ ഓ ശിവരബല റിബല ശിവനെ ഓ ശബരബലബ റിബല ശിവനെ റിഖന ശിവരബല ഔ ശബതുറഖന ശിവനെ. ഇന്ന് കണ്ട മിസ്രൈമിനെ നിങ്ങൾ കാണുകയില്ല. ഹോളി സ്പിരിറ്റ്. പുറപ്പാട് 14 അതിന്റെ 13-14 വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 14 അതിന്റെ 13-14 വാക്യങ്ങൾ. ഹോളി സ്പിരിറ്റ്, ഹോളി ഗാഡ്. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാൻ പോകുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. വിശ്വാസ കണ്ണുകൾ കൊണ്ട് ഒന്ന് കണ്ടാട്ടെ. ഇന്ന് ദൈവം എനിക്ക് വേണ്ടി ചെയ്യുവാൻ പോകുന്നത് ഞാൻ എൻ്റെ വിശ്വാസ കണ്ണുകൾ കൊണ്ട് കാണുന്നു. എന്റെ തലമുറക്ക് വേണ്ടി ചെയ്യുന്നത് ഞാൻ എൻ്റെ വിശ്വാസ കണ്ണുകൾ കൊണ്ട് ഞാൻ കാണുന്നു. ഹല്ലേലൂയ. എന്റെ സഭയ്ക്ക് വേണ്ടി ചെയ്തത് ഞാൻ എൻ്റെ വിശ്വാസ കണ്ണുകൾ കൊണ്ട് കാണുന്നു. എന്റെ ജീവിതത്തിലെ സകല മണ്ഡലങ്ങളിലും ദൈവത്തിന്റെ രക്ഷ, ദൈവത്തിന്റെ ഇടപെടൽ ഞാൻ കാണുന്നു. വായിച്ചാട്ടെ. Holy Spirit, to somebody I want to tell you, നിങ്ങൾ ഇന്ന് കണ്ട മിസ്രൈമിനെ നിങ്ങൾ ഇനി കാണുകയില്ല. കഴിഞ്ഞ ആഴ്ച വരെ കണ്ട മിസ്രൈമിനെ നിങ്ങൾ ഇനി കാണുകയില്ല. In the name of Jesus, let that come to pass. Oh shabalabana sibene. 14ാമത്തെ വാക്യം. യുദ്ധം യഹോവയ്ക്കുള്ളത്. Praise be to God. സഹോദരി, ഈ യുദ്ധം നിന്റേതല്ല. അവന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. യുദ്ധവീരനാം ഒരു ദൈവം. യെരമ്യാവ് 20:11 പറഞ്ഞത് he is a mighty warrior. യുദ്ധവീരനായ ഒരു ദൈവം, നമുക്ക് മുൻപേ കടന്നു പോകുന്നവനായ ദൈവം, ദുർഘടങ്ങളെ നിരപ്പാക്കുന്ന ദൈവം, ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ച് തകർക്കുന്ന, ഹല്ലേലൂയ, താമ്രവാതിലുകളെ തകർക്കുന്നവനായ ഒരു ദൈവം. അവൻ രാജാതി രാജാവാൻ ദൈവം. ഹല്ലേലൂയ. ഓ ശബരബലബ. ഓ ലോർഡ്, ഓ ലോർഡ്. എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർ വിശ്വസിക്കുന്നു? ദൈവം അത് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെങ്കിൽ ഇങ്ങനൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. മർക്കോസ് 11:24 പറയുന്നത്, therefore whatever you ask in prayer, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്തും. വായിച്ചാട്ടെ. മർക്കോസ് 11:24 വാക്യം. Whatever you ask in prayer, believe that you receive them and you will have them. ഒന്ന് ഉറക്കെ വായിച്ചാട്ടെ. മർക്കോസ് 11:24 വാക്യം. യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകുമായിരിക്കുമെന്നാണോ? ഉണ്ടാകും.
ഇന്ന് പകൽക്കാലം നമുക്ക് ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഒരു 2 മിനിറ്റ് 3 മിനിറ്റത്തേക്ക് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. വിശ്വാസത്തിൻ്റെതായ ചില വചനങ്ങൾ വിളിച്ചു പറയാം. ജീവിത സാഹചര്യങ്ങളെ നോക്കി, ഹല്ലേലൂയ, മലയെ നോക്കി കരയുവാനല്ല യേശു പഠിപ്പിച്ചത്, മലയോട് സംസാരിപ്പാൻ അത്ര യേശു പഠിപ്പിച്ചത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കാറ്റിനെ കണ്ട് മൗനമായി ഇരിക്കുവാനല്ല, കാറ്റിനെ ശാസിച്ച ദൈവം, കാറ്റിനോട് അടങ്ങുവാൻ പറഞ്ഞ യേശു ഇതാ പറയുകയാണ്, നാഗരങ്ങളെ തുറന്ന് നമ്മുടെ ജീവിതത്തിന് നേരെ നിൽക്കുന്ന സകല ഗോലിയാത്തുകൾ, ഏതെല്ലാം വമ്പന്മാരാകട്ടെ, ഏതെല്ലാം അനാഖ്യ മല്ലന്മാരാകട്ടെ, യേശുവിന്റെ നാമത്തിൽ ഉടയുകയാണ്. ഹല്ലേലൂയ. ഓ റബലബ സിബലബലബ. ജയവർദ്ധന 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 ജയവർദ്ധന. ഓ ശഖറഖലബ വിമന സിബലബ തോറബന. Yes, speak out, speak life over your situation. Holy Spirit, our Shabbat. Viva Sibantoro, O Shakantora Banama, Rimana Sibantora Kanashimantara, but Bisibatora, Rikantara, but Bisibatora. Holy Spirit, we praise you, we praise you, we praise you, we praise you, hallelujah, we praise you. പരനാഥനാം ദൈവമേ, അങ്ങയുടെ വചനത്തിൽ നിന്നുകൊണ്ട് നമുക്കെതിരെ നിൽക്കുന്ന സകല വിഷയങ്ങളെ അങ്ങയുടെ വചനമാകുന്ന വാളെടുത്ത് ഞങ്ങൾ വെട്ടുകയാണ്. രക്തം ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. അക്ഷരികമായ അങ്ങ് നമുക്ക് വേണ്ടി യുദ്ധം നയിക്കുന്നതിനായി സ്തോത്രം. ഇന്ന് കണ്ട മിശ്രമം നാം ഇനി കാണുകയില്ല. Oh Lord, hallelujah. Oh Lord, we praise you, we praise you, we praise you. Thank you, Lord. വിശ്വാസത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. Because it is done. It is done. ദൈവമേ സ്തോത്രം. ആദ്യം നമ്മുടെ ഹൃദയത്തിൽ we need to receive it in our spirit. It will manifest in the physical. ആത്മീയ മണ്ഡലത്തിൽ ഒന്ന് ഏറ്റെടുത്താട്ട് ആദ്യം. The Lord Jesus says, believe that you receive. ഞാൻ എൻ്റെ കണ്ണുകൾ പർവ്വതങ്ങളിലേക്ക് ഉയർത്തും. എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ നിന്ന് വരുന്നു. It is coming. It is coming. It is coming. It is coming in the name of Jesus. Oh, hallelujah. വർഷങ്ങളായി ഭാരത്തോടെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ഇത് ഉത്തരം കടന്നു വരികയാണ്. അനേക നാളുകളായി നീറ്റലോടുകൂടി ഇരിക്കുന്ന വിഷയങ്ങൾക്ക് ഇതാ the Lord is giving you a breakthrough and a turning point has come. Hallelujah. ഞാൻ ആത്മാവിൽ അത് കാണുകയാണ്. Yes, I will hear the praise reports. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കുവാൻ തക്കോളം ദൈവം എനിക്ക് ഇടവരുത്തും. അവൻ വചനം നൽകിയിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, അവൻ വചനം നൽകിയിട്ടുണ്ടെങ്കിൽ he is a promise keeping God. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ ദൈവമേ, ഞങ്ങൾ ഇത് അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വാഗ്ദത്തം മുറുകെ പിടിക്കുന്നവർക്ക് അവർ ലജ്ജിച്ചു പോകുവാൻ ഇടവരികയില്ലെന്ന് ഞങ്ങളുടെ വചനം പഠിപ്പിക്കുന്നു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവർ ലജ്ജിച്ചു പോകുവാൻ അനുവദിക്കാത്ത ദൈവം, അവരുടെ മുഖം വാടിപ്പോകുവാൻ അനുവദിക്കാത്ത ദൈവം. നാം ഇന്ന് കേട്ടതുപോലെ യഹോവയിൽ രസിച്ചു കൊള്ളുക എന്ന നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളും നൽകുമെന്ന് പറഞ്ഞവനായ നല്ല ദൈവമേ, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമ്മുടെ ഭാരങ്ങൾ സകലതും അങ്ങയുടെ കാൽപാദങ്ങളിലേക്ക് വെക്കുന്നു. അങ്ങയുടെ വാഗ്ദത്തമാണ്, അങ്ങയുടെ വചനമാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കിലേക്ക് കടന്നു വരുവിൻ. ഇതാ അടികൾ കടന്നു വരികയാണ്. നിങ്ങളുടെ ഭാരങ്ങൾ എന്റെ പാദങ്ങളിൽ സമർപ്പി, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരുന്നു പറയുന്ന ദൈവമേ, we receive the rest which you have provided, God. അങ്ങനെ ആശ്വാസം നമുക്ക് നൽകിയിരിക്കാൻ സ്തോത്രം. അടികളെ പരിപൂർണമായി സമർപ്പിക്കുന്ന
കൃപതലം മറച്ചാലും നടത്തിയാലും തുടർന്നാഥ അങ്ങ് അടികളോട് കൂടി ഇരിക്കണം, സംസാരിക്കുമാറാകണം, നടത്തുമാറാകണം, നയിക്കുമാറാകണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങൾ അടിച്ച് ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്താൽ ഹല്ലേലൂയ. ജയം തന്ന ദൈവത്തെ, ജയം തന്ന ദൈവത്തെ ഒന്ന് കരങ്ങൾ അടിച്ച് നന്ദിയുള്ള ഹൃദയത്തോടെ വിശ്വാസത്തോടെ ഒന്ന് സ്തോത്രം ചെയ്താൽ ഹല്ലേലൂയ. സ്തോത്രം. ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഇരുന്നാലും പ്രൈസ് ബി ഗോഡ്. കർത്തൃമേശ നമ്മുടെ മുൻപിലുണ്ട്. അതിനാധാരമായി ഉള്ള വേദവാക്യം നമുക്ക് വായിക്കാൻ ഒരുങ്ങാം. അതിനായി 1 കൊരിന്ത്യർ 11 അധ്യായം 23 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. 1 Corinthians chapter 11 verse number 23 to 32. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്ത്, ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാതിരുന്നാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളും ആകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടു കൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാവുന്നു. Praise be to God. Hallelujah. നാം ഓരോ പ്രാവശ്യം തിരുമേശയിലേക്ക് അടുക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന അല്ലെ വായിക്കുന്ന ഒരു പ്രാർത്ഥനയും സമർപ്പണവും ആണ് ഈ വേദഭാഗം. ആക്ച്വലി ഇതിനകത്ത് ശോധനയുണ്ട്, സമർപ്പണമുണ്ട്, ഇതിനകത്ത് ആരാധനയുണ്ട്. എന്നാൽ പലപ്പോഴും തിരുമേശയിലേക്ക് നാം അടുക്കുമ്പോൾ ലാഘവത്തോട് എടുത്തു പോകുന്ന അനേക അവസരങ്ങൾ വരാറുണ്ട്. ഇതിൻ്റെ 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയ്ക്ക് അവരുടെ നടുവിൽ നടന്നുകൊണ്ടിരുന്ന അവരിൽ വന്ന ചില തെറ്റുകൾ കണ്ട് എൻ്റെ ഒരു ചിന്തയിൽ വളരെ ദേഷ്യത്തോടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ട് എഴുതിയിരിക്കുന്നത്? വായിച്ചാട്ടെ. നിങ്ങൾ കൂടി വരുമ്പോൾ കർത്താവിന്റെ അത്താഴമല്ല കഴിക്കുന്നത്, ഭക്ഷണം കഴിക്കൽ ഓരോരുത്തൻ താന്താന്റെ അത്താഴം മുമ്പേ കഴിക്കുന്നു. അങ്ങനെ ഒരുവൻ വിശന്ന് മറ്റൊരുവൻ ലഹരി പിടിച്ചിരിക്കുന്നു. തിന്നുവാനും കുടിക്കുവാനും നിങ്ങൾക്ക് വീടുകളില്ലയോ? നിങ്ങൾ കൂടി വരുമ്പോ കർത്താവിൻ്റെ ശരീരം അല്ലെങ്കിൽ രക്തം ചൂണ്ടിക്കാണിക്കുന്ന തിരുവത്താഴം ഇതെന്തുവാ? 1 കൊരിന്ത്യർ 10 അതിൻ്റെ 16-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിക്കുന്നത്, ക്രിസ്തുവിനോട് കൂടിയുള്ള കൂട്ടായ്മ അല്ലയോ? വായിച്ചാട്ടെ. നാം അനുഗ്രഹിക്കുന്ന ഈ അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? Is this not the communion? Is this not the fellowship with Jesus Christ himself? മറ്റ് ആഹാരം അല്ലെങ്കിൽ മറ്റ് ഉള്ളതുപോലെ കാണേണ്ടിയ ഒരു മേശയല്ല തിരുമേശ എന്ന് പറയുന്നത്. എന്നിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾക്ക് അങ്ങനെ കഴിക്കാനാണെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ പോയി ചെയ്തോണം. ഇത് വിശുദ്ധമായതാ. ഇതിലേക്ക് കടന്നു വരുമ്പോൾ ലാഘവത്തോടെ ഇതിലേക്ക് കൈ നീട്ടരുത്. നമുക്കിനി അതിൻ്റെ 27 മുതൽ ഉള്ള വാക്യം വായിക്കാം. 11-ന്റെ 27 മുതൽ 30 വരെയുള്ള വാക്യം ശ്രദ്ധയോടെ വായിച്ചാലും. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച കുറ്റക്കാരൻ ആകും. Praise be to God. അതുകൊണ്ട് അയോഗ്യമായി
വായിച്ചട്ടെ. അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ അയോഗ്യമായി, in an unworthy manner. ശ്രദ്ധിക്കണം, in an unworthy manner. അയോഗ്യർ എന്നല്ല എഴുതിക്കുന്നത്, അയോഗ്യമായി. ഈ തിരുമേശയിൽ നമ്മുടേതായ യോഗ്യത മുഖാന്തരമായി ആർക്കെങ്കിലും ഇതിൽ കൈ നീട്ടാം എന്ന ചിന്തയുണ്ടെങ്കിൽ അത് തെറ്റാ. റോമർക്ക് എഴുതിയ ലേഖനം 3:10 വാക്യം ഇങ്ങനെ പറയുന്നത്, നീതിമാനായി ഒരുവൻ പോലുമില്ല. സഭാപ്രസംഗി 7:20 പറയുന്നത്, നല്ലത് മാത്രം ചെയ്തു നടക്കുന്ന ഒരു വ്യക്തി പോലുമില്ല. ഗലാത്യർ 3:10 പറയുന്നത്, ദൈവത്തിന്റെ കൽപ്പനകൾ സകലതും ഒരുപോലെ നോക്കി നടക്കുന്ന ഒരു വ്യക്തി പോലുമില്ല. യാക്കോബ് 2:10 പറയുന്നത്, ഞാൻ പല കാര്യങ്ങളും എടുക്കണമെന്ന് ചിന്തിക്കും, ഒരെണ്ണത്തിൽ തെറ്റിപ്പോയാൽ സകല ന്യായ പ്രമാണങ്ങളും തെറ്റിപ്പോയി എന്ന് പറയുന്നു. റോമർ 3:23 പറയുന്നത്, ഒരു വ്യത്യാസമില്ലാതെ for all have sinned and fallen short of the glorious standard of God. ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരും. So which means none of us can partake. ഇതിനകത്ത് നമുക്ക് നമ്മുടേതായ യോഗ്യത കൊണ്ട് ഭാഗവാക്കാക്കാം ആർക്കും ചിന്തിക്കേണ്ട. Praise be to God. Hallelujah. ദാവീദിനോട് ചോദിക്കുകയാണെങ്കിൽ, ദാവീദ് സങ്കീർത്തനം 16:2 പറഞ്ഞു, നീ ഒഴികെ എന്നിൽ ഒരു നന്മയും ഇല്ല ദൈവമേ. അപ്പൊ യേശുവിന്റെ രക്തത്താലുള്ള കഴുകൽ അല്ലാതെ, യേശു നമുക്ക് നൽകുന്ന ശുദ്ധീകരണം അല്ലാതെ, കാൽവറിയിൽ അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്താലുള്ള കഴുകൽ അല്ലാതെ നമുക്കിതിലേക്ക് കൈ നീട്ടുവാൻ കഴിയും. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, അയോഗ്യമായി ഇതിൽ ഭാഗവാക്കാകരുത്. വായിച്ചാട്ടെ അതിന്റെ 28 വാക്യം. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. ആമേൻ, ഹല്ലേലൂയ. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞു പ്രിപ്പറേഷൻ ഫോർ ഇറ്റേണിറ്റി. എന്നാൽ ഞാൻ പറയട്ടെ, ഇന്ന് പകൽക്കാലം നിങ്ങളുമായി ഒരു അല്പസമയം ഞാൻ ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്, അല്പസമയമല്ല, ഒരു അല്പസമയം എടുത്ത് തന്നെ ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്, preparation is required before you partake of this. ഇതിലോട്ട് കൈ നീട്ടുവാൻ പണ്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. കടന്നു ചെന്ന്, പണ്ട് മാർത്തോമ സഭയിൽ വിശ്വാസിയായിരുന്നു, ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല, ഞാൻ എൻ്റെ കുറ്റമാണ് പറയുന്നത്. ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇന്ന് കർത്തൃമേശ ഉണ്ട് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് വിശ്വാസത്തിലോട്ട് വന്നു കഴിഞ്ഞിട്ടാണെങ്കിലും ചെന്ന് കഴിഞ്ഞിട്ടൊക്കെ അറിയുന്നത് ഇന്ന് കർത്തൃമേശയാണ്. എന്നിട്ട് അതിൽ വളരെ വളരെ സന്തോഷത്തോടെ ഭാഗവാക്കായിട്ടുണ്ട്. കാര്യം ഗ്രഹിക്കാതെ പലതും ചെയ്തു പോയിട്ടുണ്ട്. Praise be to God. There is a preparation that is required. ഈ കർത്തൃമേശ എന്തിനെയാ ചൂണ്ടിക്കാണിക്കുന്നത്? പണ്ട് പുറപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നത്, ഇസ്രായേൽ ജനം മിസ്രൈമിലായിരുന്നപ്പോൾ, മിസ്രൈം is a shadow of the corrupt world. ഈ ലോകത്തെ പാപപങ്കുലമായ ലോകത്തിന്റെ നിഴൽ. ഫറവോൻ ദുഷ്ടപിശാചിന്റെ മായിട്ടാണ് സാദൃശ്യം ചെയ്യുന്നത്. He's a type or the shadow of the defeated devil himself. ഇസ്രായേൽ ജനം അവിടെ ആയിരുന്നപ്പോൾ, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ യോഹന്നാൻ 17, 14, 15 ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണുന്നത്, യേശു പറയുകയാണ്, നമ്മെക്കുറിച്ച് പറഞ്ഞത് എന്തുവാ? നാം ലോകത്തിലാണെങ്കിലും ലോകത്തിലുള്ളവരല്ല, ലൗകികരല്ല, ലോകത്തുള്ളവരല്ല. വി ആർ ഹിയർ ഫോർ എ ഷോർട്ട് ടൈം. ലോകത്തിന് മേൽ വരുവാൻ പോകുന്ന ന്യായവിധിയായിരുന്നു മിസ്രൈമിന് മേൽ വരാനിരുന്നത്. ബട്ട് ബിഫോർ ഐ ഗോ ദേർ, അങ്ങോട്ട് പോകുന്നതിന് മുമ്പായി നാം ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കേണ്ടത്, ഇതില് വേണ്ടിയ പ്രിപ്പറേഷൻ ഇല്ലാതെ, ഇത് അനുഗ്രഹപാത്രമാണ് നമ്മൾ വായിച്ചു കേട്ടു. അനുഗ്രഹം ഇതിൽ നിന്നും വരേണ്ടതായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. യേശു പറയുന്നത്, ഡു ദിസ് ഇൻ റിമെമ്പറൻസ് ഓഫ് മീ, എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് ഓർത്ത് അത് ഓർമ്മ അയവറക്കി അതിനെക്കുറിച്ച് വ്യക്തമായി ഒരു ധാരണ വന്ന് അതിൽ ഭാഗവാക്കാക്കണം. 29 വാക്യം. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാതിരുന്നാൽ. ഇതെല്ലാം ആഴമേറിയ വാക്കുകളാണ് കേട്ടോ. ഇതിനെക്കുറിച്ച് വേണമെങ്കിൽ അരമണിക്കൂർ അത് മാത്രമാകാം. ശോധന ചെയ്യണം, വിവേചിക്കണം, ഡിസേൺ. ഇത് ഡിസേൺമെന്റ് എന്ന് വെച്ചാൽ എന്താ? ഇത് വ്യത്യസ്തമായതാ, ഇത് വിശുദ്ധമായതാ, ഇതിന് ഒരുക്കം വേണ്ടിയതാ.
ഇതാണ് ഡിസേൺമെന്റ്, വിവേചിക്കണം എന്ന് പറയുന്നത്. ചുമ്മാതെ വന്ന് അങ്ങ് കൈ നീട്ടാനുള്ളതല്ല. ശോധന ചെയ്യണം എന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യണം. വായിച്ചാട്ടെ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാതിരുന്നാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. പ്രിപ്പറേഷൻ ഇല്ലാതെ ഇതിലോട്ട് കരം നീട്ടുമ്പോൾ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. 2, ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനത. അപ്പൊ ബലം പ്രാപിക്കേണ്ട സ്ഥലത്ത് ദൈവം ആഗ്രഹിക്കുന്നത് ഈ കർത്തൃമേശയിൽ നാം ഭാഗവാക്കാകുമ്പോൾ നാം ബലം പ്രാപിക്കണം. ബലം പ്രാപിക്കേണ്ട സ്ഥലത്ത് ബലഹീനരായി മാറുന്നു, രോഗികളുമാകുന്നു. ഇത് സൗഖ്യം നൽകേണ്ട കർത്തൃമേശ, അവന്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിന്റെ രക്തം നമ്മുടെ പാപത്തിന്റെ കഴുകലും നമുക്ക് പാപമോചനവും വീണ്ടെടുപ്പും എല്ലാം ചൂണ്ടിക്കാണിക്കുമ്പോൾ അവന്റെ ശരീരം നാം കേട്ടതുപോലെ, സഹോദരനിൽ കൂടെ കേട്ടതുപോലെ, നീർച്ചാലുകൾ പോലെ. യെശയ്യാവ് 52:14 പറയുന്നത്, കണ്ടാൽ മനുഷ്യ രൂപമില്ല, ഒരു മാംസപിണ്ഡം തൂങ്ങിക്കിടക്കുന്നത് പോലെ. അവന്റെ അസ്ഥികൾ ഉടഞ്ഞില്ല, എന്നാൽ അവന്റെ ശരീരം തകർക്കപ്പെട്ടത്. അതിൽ ഭാഗവാക്കാകുമ്പോൾ യെശയ്യാവ് 53:3-5 വരെ വായിക്കുമ്പോൾ കാണുന്നത്, അവന്റെ അടിപ്പിളരുകളാൽ നമുക്ക് സൗഖ്യം വന്ന് ഇരിക്കുന്നു. ഇനി വരുവാനല്ല, വന്ന് ഇരിക്കുന്നു. We need to believe and receive it. അതിന് പകരമായി ഇത് നാം ഓർക്കാതെ, ഇത് വിവേചിച്ചെടുക്കാതെ, ഇത് നാം ശോധന ചെയ്യാതെ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അയോഗ്യരായി. ഇതെന്തിനാ കാൽവറി ക്രൂശിൽ തന്റെ പൊന്നോമന പുത്രനെ തകർക്കുവാൻ തക്കോണ അപ്പൻ ഏൽപ്പിച്ചു കൊടുത്തത്? നമ്മുടെ രക്ഷയ്ക്കായി, നമ്മുടെ സൗഖ്യത്തിനായി, നമ്മുടെ പരിപൂർണമായ സ്വാതന്ത്ര്യത്തിനായി. സകല വേദനകൾ, സങ്കടങ്ങൾ എഴുതിയിരിക്കുന്നത്. നാം ഇപ്പോഴും നമ്മുടെ ശരീരത്തിൽ രോഗവും ഭാരവും വേദനയും എടുക്കുമ്പോൾ കാൽവറിയിൽ യേശു നമുക്ക് ബദലായി, നമുക്ക് പകരമായി ചെയ്ത സകലത്തെ നാം നിർവീര്യമാക്കി കളയുക, വ്യർത്ഥമാക്കി കളയുക. We are making it in vain. അത് സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദകരമല്ല. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളും ആകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. അനേകരും, ശ്രദ്ധിക്കണമേ, നാം ഇന്നലെ വായിച്ച് പഠിച്ചത് എന്തോ? നിദ്ര കൊള്ളുന്നു എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെടുന്നു. ഏത് കാരണമാ? വിശ്വാസം കാരണം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് സ്തോത്രം. പക്ഷേ ലാഘവത്തോടെ കൈനീട്ടുമ്പോൾ, praise be to God, hallelujah, ദൈവം ആഗ്രഹിക്കുന്നത് അനുഗ്രഹത്തിന്റെ പാത്രം. But just because we don't partake of this, ഇനി തിരിച്ചും പറയട്ടെ, നാം ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൽ ഭാഗവാക്കാകാതെ പോകുന്നതും ഈക്വലി നമുക്ക് അനുഗ്രഹത്തിന് വിപരീതമായി മാറും. ഇതിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല. Which means there's a preparation that is required. കൊലോസ്യർ 2:17. കൊലോസ്യർ 2:17 വായിച്ച് ഞാൻ ഒരു സ്ഥലത്തേക്ക് കടന്നു പോകുവാൻ താല്പര്യപ്പെടുകയാണ്. പ്രിപ്പറേഷൻ സംബന്ധിച്ചുള്ള കൊലോസ്യർ 2:17 പറയുന്നത്, പഴയ നിയമം സകലതും വരുവാനുള്ളതിന്റെ ഒരു നിഴൽ, ക്രിസ്തുവാണ് ശരീരം. Praise be to God. Whatever you see in the Old Testament is a shadow of the things to come. പഴയ നിയമത്തിൽ നാം എന്തെല്ലാം നാം കാണുന്നുണ്ടോ അത് വരുവാനുള്ള യേശുവിനെ ചൂണ്ടിക്കാണിക്കുന്ന വിഷയങ്ങളായിരുന്നു. 1 കൊരിന്ത്യർ 5:7 വാക്യം. 1 കൊരിന്ത്യർ 5 അതിന്റെ 7 വാക്യം. നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കുവാൻ തക്കവണ്ണം പുതിയ പിണ്ഡമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളയുവിൻ. മുഴുവൻ വായിച്ചാട്ടെ. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ബി ടു ഗോഡ്. അത് ഒന്നുകൂടെ വായിച്ചാട്ടെ സഹോദരൻ, എല്ലാവരും ശ്രദ്ധയോടെ. നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കുവാൻ തക്കവണ്ണം പുതിയ പിണ്ഡമാകേണ്ടതിന്, നിങ്ങൾ പുതിയ പിണ്ഡമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളയണം. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ പെസഹ കുഞ്ഞാട് അറക്കപ്പെട്ടിരിക്കുന്നു.
ആരാ നമ്മുടെ പെസഹ കുഞ്ഞാട്? ക്രിസ്തു തന്നെ. ക്രിസ്തു തന്നെ. Praise be to God. പഴയ നിയമത്തിലെ പാസ് ഓവർ was a shadow of the Lord's table, which is the New Testament. ഒന്നുകൂടെ പറയാം, നിങ്ങൾക്ക് ഇതൊക്കെ അറിയുന്നതായിരിക്കാം, എന്നാലും പിന്നെ ലെറ്റ്സ് റിഫ്രഷ് our thoughts. Hallelujah. അപ്പൊ പഴയ നിയമത്തിൽ പാസ് ഓവർ എന്ന് വെച്ചാൽ the destroyer angel, ഈ പറയുന്ന ദൂതൻ വന്ന് അവിടെ ന്യായവിധി വരാൻ പോവുകയാണ്. ആരുടെ മേൽ? ലോകത്തിന്റെ മേൽ. മിസ്രൈം എന്ന് കാണിക്കുന്നത് ലോകത്തിന്റെ മേൽ. മിസ്രൈം എന്ന് കാണിക്കുന്നത് ദുഷ്ടപിശാചിന്റെ അധീനതയിൽ ഉള്ളവർക്ക്. മിസ്രൈം എന്ന് കാണിക്കുന്നത് എന്തുവാ? ഈ പറയുന്ന ന്യായവിധി ആർക്കാ? അവിശ്വാസികൾക്ക്, ലോക മക്കൾക്ക്. കടന്നു വരുന്നതിന്റെ നടുവിൽ ദൈവം ചില വ്യവസ്ഥകൾ വെച്ചു. ഈ പെസഹ, he instituted the Passover. Amen. Praise God. Hallelujah. അന്നേരം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് പഴയ എൻ്റെ അടുത്ത് പണ്ടൊരിക്കൽ, ഞാൻ ഇത്രയും ഊന്നി ഇത് പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല. ഞാൻ പണ്ടൊരിക്കൽ ഒരു വ്യക്തിയുടെ അടുത്ത്, പുള്ളി വലിയ ഭാരത്തിലാണ്. ദൈവം അന്നേരം എനിക്ക് പഴയ നിയമത്തിൽ ഏതോ ഒരു വിഷയം എനിക്ക് തന്നത്. ഞാൻ അതെടുത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇതൊക്കെ പഴയ നിയമമല്ലേ പാസ്റ്ററെ? പഴയ നിയമം അത് നാം വായിക്കുകയാണെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ച്, പരിശുദ്ധാത്മാവം ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം നമ്മളെ പഠിപ്പിച്ച് തരുമ്പോൾ നമുക്ക് ഓരോ താളുകളിലും യേശുവിനെ കാണുവാൻ കഴിയും. യോഹന്നാൻ 5:39 യേശു പരീക്ഷന്മാരോട് പറയുക, നിങ്ങൾ ഇതെല്ലാം കാണപ്പെടും, എല്ലാം അറിയാം, പക്ഷേ ക്രിസ്തുവിനെ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നില്ല. ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുക, നിങ്ങൾക്ക് ഇതെല്ലാം എന്നെക്കുറിച്ചാണ് പറയുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ലെന്ന് യേശു പറയുന്നത്. സഹോദര സഹോദരി, ഞാൻ കടന്നു പോകട്ടെ. പ്രിപ്പറേഷൻ. അപ്പൊ പെസഹ എന്ന് പറയുന്ന ഈ ഒരു വിഷയം ദൈവം അത് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പം അതിനൊരു പ്രിപ്പറേഷൻ വേണമായിരുന്നു. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കട്ടെ. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ആദ്യം വായിക്കാം. പുറപ്പാട്, the book of Exodus chapter 12 verse number 1 to 5. Praise God. Hallelujah. നാം ഇപ്പോൾ ആണ്ടിന്റെ 1ാമത്തെ മാസമാ. എബ്രായ കലണ്ടർ വേറെയാ, പക്ഷെ I'm just telling you, we are also in the first month of the year. Yeah. Amen. ഈ മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. മതി, അവിടെ നമുക്ക് നിർത്താം. ഈ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ പറയുകയാണ്, ദൈവം, പിതാവാം ദൈവം കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനാണ്, ഇസ്രായേൽ മക്കൾ ഊനമില്ലാത്ത ഒരു വയസ്സുള്ള ഒരു ആടിനെ. So you need to select a lamb which has no blemish. ഒരു പാപമില്ലാത്ത, and that is pointing toward Jesus. ഒരു പാപമില്ലാത്ത, ഒരു കേടില്ലാത്ത എന്ന 10-ാം തീയതി you have to select. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ, യാഗവസ്തുവായ ഈ പറയുന്ന ആടാകട്ടെ, മറ്റ് യാഗമൃഗങ്ങൾ ദൈവം അനുവദിച്ചിരിക്കുന്നത് പോലെ ഏതാകട്ടെ, 10-ാം തീയതി വാങ്ങിക്കണമെങ്കിൽ അന്ന് രാവിലെ എഴുന്നേറ്റ് പോയി അങ്ങ് വാങ്ങിക്കാൻ പറ്റുമോ? പോക്കറ്റിൽ പൈസ വേണം, മനസ്സിൽ ഒരു ഒരുക്കം വേണം, നാളെ പോകണം. അവിടെ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങിയോ? ശ്രദ്ധിക്കുന്നുണ്ടോ? ക്രെഡിറ്റ് കാർഡ് എടുത്ത് അങ്ങ് വീശിയാൽ പറ്റത്തില്ലായിരുന്നല്ലോ. 4 ദിവസം വരെ ഇതിനെ സൂക്ഷ്മതയോടെ എക്സാമിൻ ചെയ്യണം. എന്തുവാ, അതിനെന്തെങ്കിലും കുറവുണ്ടോ ഇല്ലേ?
കുറഞ്ഞ പക്ഷം 4 ദിവസമെങ്കിലും അവര് ശോധന ചെയ്യുക. എന്തെങ്കിലും കുറവുണ്ടോ, എന്തെങ്കിലും കുറവ് ഈ യാഗമൃഗത്തിലുണ്ടോ? പ്രൈസ് ബി ടു ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ബി ടു ഗോഡ്. പൗലോസ് അപ്പോസ്തലൻ പറയുക, ശോധന ചെയ്യ്, ശോധന ചെയ്യ്, സൂക്ഷ്മതയോടെ ശോധന ചെയ്യ്, എന്തെങ്കിലും കുറവുണ്ടോ എന്ന്. അപ്പൊ ഈ കുഞ്ഞാടിനെ വാങ്ങിച്ച് നിർത്തിയാൽ മതിയോ? 6-ാമത്തെ വാക്യം. സന്ധ്യാസമയമാകുമ്പോൾ അതിനെ അറക്കണം. ശ്രദ്ധിക്കണമേ ദൈവ മക്കളെ, ഇത് പലപ്പോഴും സംഭവിക്കുന്ന എന്തുവാ? യേശുവിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അടുത്തിടയ്ക്ക് ഒരു സഹോദരൻ പറഞ്ഞതാ, യേശുവിൽ അല്ലായിരുന്നു വിശ്വാസം, മറ്റ് പല കാര്യങ്ങളിലൊക്കെ വിശ്വാസമായിരുന്നു, മതം പറയുന്ന പല കാര്യങ്ങളിൽ വിശ്വാസം. കഴിഞ്ഞ മുൻ ദിവസം കേട്ടതുപോലെ ഫിലിപ്പോസിലായിരിക്കാം ചിലരുടെ വിശ്വാസം. അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ പ്രൈസ് ബി ടു ഗോഡ്, നമുക്ക് വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ബി ടു ഗോഡ്. Holy Spirit, Holy Spirit, oh Lord, I pray, my Master. Oh Shakantora Kana Semana Taribane. Oh Lord, angada kriba, 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 grace, oh God, grace upon grace, my Master. Holy Spirit. Hallelujah. ഈ പറയുന്ന യാഗ വസ്തു, it had to be killed. ആരായി ഈ യാഗവസ്തുവെ കൊല്ലുന്നത്? എങ്ങനെ ഇതിനെ കൊല്ലുന്നത്? പ്രിപ്പറേഷന്റെ ഭാഗമാ. ബട്ട് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. എന്തുവാ? ലേവ്യ പുസ്തകം 1-ാം അധ്യായം, ദി ബുക്ക് ഓഫ് ലെവിറ്റിക്കസ് ചാപ്റ്റർ 1. ലെവിറ്റിക്കസ് ചാപ്റ്റർ 1 അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യം വളരെ ശ്രദ്ധയോടെ നമുക്ക് വായിക്കാം. നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്ത വേദഭാഗങ്ങളൊക്കെ കേട്ടോ ലെവിറ്റിക്കസ്. ഞാൻ പണ്ട് ഒഴിവാക്കുന്ന 2 ബുക്കുകൾ ഏതൊക്കെയാ? ലെവിറ്റിക്കസും റെവലേഷനും. എന്നാൽ എൻ്റെ സഹോദര സഹോദരി, യേശുവിനെ അതിൻ്റെ ഓരോ താളുകളിൽ നമുക്ക് കാണുവാൻ കഴിയും. വായിച്ചാട്ടെ. യഹോവ സമാഗമന കൂടാരത്തിൽ വെച്ച് മോശയെ വിളിച്ച് അപ്പൊ ആരോട് പറയുന്നതാ? യഹോവയാം ദൈവം മോശയോട് പറയുന്നതാ, നീ ഇസ്രായേൽ മക്കളോട് സംസാരിച്ച് അവരോട് പറയേണ്ടത്. അപ്പൊ ഇത് ആർക്കുള്ളതാ? ഇസ്രായേൽ മക്കൾക്ക്. ഇത് പുരോഹിതന്മാർക്ക് മാത്രമുള്ളതല്ല, ഓരോ വിശ്വാസിക്കും. എന്തെന്നാൽ നിങ്ങളിൽ ആരെങ്കിലും യഹോവയ്ക്ക് വഴിപാട് കഴിക്കുന്നുവെങ്കിൽ കന്നുകാലികളോ ആടുകളോ ആയ മൃഗങ്ങളെ വഴിപാട് കഴിക്കണം. അവൻ വഴിപാടായി കന്നുകാലികളിൽ ഒന്നിനെ ഹോമയാഗം കഴിക്കുന്നുവെങ്കിൽ ഊനമില്ലാത്ത ആണിനെ അർപ്പിക്കണം. വീണ്ടും ഈ ഊനമില്ലാത്ത ആട് ആരാ? യേശുവിനെയായി ചൂണ്ടിക്കാണിക്കുന്നത്. എന്നിട്ട് യഹോവയുടെ പ്രസാദം ലഭിക്കുവാൻ തക്കവണ്ണം, യഹോവയുടെ പ്രസാദം ലഭിക്കണമെങ്കിൽ അവൻ അതിനെ സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ വെച്ച് അർപ്പിക്കണം. അതിനെ അർപ്പിക്കണം. അവൻ ഹോമയാഗത്തിന്റെ തലയിൽ കൈവയ്ക്കണം. ഈ ഒരു വാക്യം, ആ ഹോമയാഗത്തിന്റെ തലയുടെ മേൽ കൈവയ്ക്കണം. വായിച്ചാട്ടെ. കൈവക്കണം. എന്നാൽ അത് അവന് വേണ്ടി പ്രായച്ചിത്തം വരുത്തുവാൻ, Praise be to God. Hallelujah. അവന്റെ പേർക്ക് സുഗ്രാഹ്യമാകും. Praise be to God. Hallelujah. 16-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം ലെവിറ്റിക്കസ്. എന്നിട്ട് മടങ്ങി ഇതിലേക്ക് വരണേ. ലെവിറ്റിക്കസ് chapter 16 verse number 21. കൈ രണ്ടും വെച്ച് ഇസ്രായേൽ മക്കളുടെ, പറഞ്ഞിട്ട് എന്നോട് ചേർത്ത് പറയട്ടെ, എല്ലാ കുറ്റങ്ങളും, ശകലമല്ല സകല പാപങ്ങളും, സകല ലംഘനങ്ങളൊക്കെയും ഏറ്റുപറഞ്ഞ് കോലാറ്റുകൊറ്റന്റെ തലയിൽ മേൽ ചുമത്തുകയാണ്. എന്നെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണേ. 2 കൈയും നമ്മൾ ലേവ്യ പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത് എന്തുവാ? ഓരോ വിശ്വാസിയും അവന് വേണ്ടി അല്ലെ അവന്റെ കുടുംബത്തിന് വേണ്ടി കഴിക്കുന്ന യാഗത്തിന്റെ തലയുടെ മേൽ കൈവച്ച് കഴിയുമ്പോൾ a transfer of sin happens. അങ്ങനെ NLT വേർഷൻ അത് വായിക്കുന്നു കാണുവാൻ കഴിയുന്നത്. 21-ാമത്തെ വാക്യം നമ്മൾ വായിച്ചത്,
അതിനുമേൽ നമ്മുടെ സകല പാപങ്ങളും സകല ലംഘനങ്ങളും സകല കുറവുകളും നാം എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ ഏറ്റു പറഞ്ഞ് ഈ പറയുന്ന യാഗമൃഗത്തിന്റെ തലയുടെ മേൽ വെക്കുമ്പോൾ അവർ വെക്കുന്ന രീതി എങ്ങനെയാണെന്നറിയുമോ? എബ്രായ അതിൻ്റെ when you go into the deep study കാണുന്നത്, ഈ യാഗം കഴിക്കുവാൻ പോകുന്ന മനുഷ്യനുണ്ടല്ലോ, മുഴുവനും ഭാരം അതിന് മേലങ്ങ് ചുമത്തുകയാ. എന്തുവാ? അവൻ്റെ ഹൃദയം തകരുകയാ. മറ്റൊന്നുമല്ല, എൻ്റെ പാപങ്ങൾ, ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് ഒരു ഊനമില്ലാത്ത നിർമ്മലമായ നിഷ്കളങ്കമായ ഈ കുഞ്ഞാട് എനിക്ക് ബദലായി മരിക്കുവാൻ പോകുകയാണ്. എൻ്റെ മരണത്തിന്റെ പാപത്തിന്റെ ശമ്പളം മരണമായിരുന്ന സ്ഥലത്ത് ഞാൻ വഹിക്കേണ്ട വേദനകൾ, രോഗങ്ങൾ, പ്രയാസങ്ങൾ സകലത്തിനും ബദലായി ഈ യാഗ വസ്തു മരിക്കുവാൻ പോകുകയാണ്. ആരാ ഈ കുഞ്ഞാട്? ഹല്ലേലൂയ. അതാ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത്, behold and see the lamb of God. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ സകല ഭാരങ്ങളും വഹിക്കുന്നവനായ ദൈവത്തിന്റെ കുഞ്ഞാട്. എന്നിട്ട് ഈ മൃഗത്തെ ഇദ്ദേഹം തന്നെ മുറിക്കും. അന്നേരം ഉണ്ടാകുന്ന ഹൃദയത്തിലുണ്ടാകുന്ന ആ ഒരു ഭാരം, ദൈവമേ, അവിടെ വാവിട്ടൊരു നിലവിളിയുണ്ട്, അവിടെ വാവിട്ടൊരു കരച്ചിലുണ്ട്. ഇനി പാപം ചെയ്യാതിരിപ്പാൻ തക്കോണം ഒരു വലിയ ആഗ്രഹമുണ്ട്. പ്രിപ്പറേഷൻ ബിഫോർ participation. Hallelujah. Praise be to God. Hallelujah. Praise be to God. The sin is transferred. Hallelujah. നമ്മുടെ പാപം നീങ്ങിപ്പോയെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അവൻ നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമായി. റോമർക്കെഴുതിയ ലേഖനം 3 അതിൻ്റെ 24-25 ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആരെങ്കിലും പെട്ടെന്നൊന്ന് വായിക്കാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും. റോമർക്കെഴുതിയ ലേഖനം 3, 24-25. ഹോളി സ്പിരിറ്റ്. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം ഹല്ലേലൂയ, സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. എങ്ങനെയാ? വിശ്വാസത്താൽ. വായിച്ചാട്ടെ. വിശ്വസിക്കുന്നവർക്ക് മാത്രം അവന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാക്കുവാൻ മതി. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം മൂലമാണ് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായത്. ഹല്ലേലൂയ. നമുക്കിനി വീണ്ടും മടങ്ങിപ്പോകാം. പുറപ്പാട് 12 അതിന്റെ 6-ാമത്തെ വാക്യമാണല്ലോ നാം വായിച്ചത്. ഈ പറഞ്ഞ യാഗവസ്തുവിനെ കൊല്ലണം എന്നുള്ളത്. It was important that Jesus should die. Hallelujah. He was not murdered. He gave his life. He laid his life. ഈ യാഗമൃഗം തന്റെ ജീവനെ തരികയായിരുന്നു. Praise be to God. Hallelujah. വായിച്ചാട്ടെ 7-ാമത്തെ വാക്യം. അപ്പം ആദ്യത്തേത് എന്തുവാ? You have to choose a lamb. ഒരു ഊനമില്ലാത്ത ആട്ടിൻകൊറ്റനെ തിരഞ്ഞെടുത്ത് വച്ച് അതിനെ എക്സാമിൻ ചെയ്യണം. ആമേൻ. അതുകൊണ്ട് രണ്ടാമത് എന്തുവാ നമ്മൾ വായിച്ചത്? അത് കൊല്ലപ്പെടണം. ഇനി അടുത്ത 7-ാമത്തെ വാക്യം. കൊല്ലപ്പെട്ടാൽ മതിയോ? Praise be to God. Hallelujah. അപ്പം ഈ ആട്ടിൻകൊറ്റൻ കൊല്ലപ്പെട്ടാൽ മാത്രം പോരാ, അതിന്റെ രക്തം എടുത്ത് കട്ടിളമേലും കുറുമ്പടിമേലും പുരട്ടണം. On the lintel and on the doorpost. ഇത് രണ്ട് സ്ഥലത്തും ഇത് പുരട്ടണം. കർത്താവിൽ പ്രിയരെ ശ്രദ്ധിക്കണമേ, പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട്. അപ്പോൾ തിരഞ്ഞെടുത്ത പോരാ, യേശുവിൽ വിശ്വസിക്കുന്നത് മാത്രം പോരാ, അവൻ മരിച്ചു എന്ന് പറയുന്നത് മാത്രം പോരാ, അവന്റെ രക്തം. What does the blood stand for? അവന്റെ രക്തം എടുത്ത് നമ്മുടെ ജീവിതത്തിന്റെ സകല മണ്ഡലങ്ങളിലും പുരട്ടണം. ഹല്ലേലൂയ. ആത്മീയമായ ഒരു അർത്ഥം ലിന്റൽ എന്ന് പറയുന്നത് അതാണ് എല്ലാത്തിനെയും നിർത്തുന്നത്, അതിലാണ് എല്ലാ ഭാരവും നിൽക്കുന്നത്, അതിലാണ് കട്ടള വെക്കുന്നത്. നമ്മുടെ whatever comes inside the house, whatever goes outside, whoever would want to come inside. ലിന്റൽ എന്ന് പറയുന്നത് നമ്മുടെ ആത്മീയ മണ്ഡലമാണ്, നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയത്തിന്റെ മണ്ഡലമാണ്.
നമ്മുടെ ഈ ഡോർ സ്റ്റാൻഡ്സ് ഫോർ ദ വാക്ക്, നമ്മൾ നടക്കുന്ന വഴികൾ നമ്മുടെ ജീവിതത്തിൻ്റെ സകല മണ്ഡലങ്ങളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതിന്മേൽ ഈ രക്തം പുരട്ടണം, രക്തം തളിക്കണം. should be sprinkled എന്നായിരിക്കുന്നത്. should be sprinkled. The blood of Jesus has to be sprinkled on whatever we do. Hallelujah. Praise be to God. വിശ്വാസത്താൽ, വിശ്വാസത്താൽ ചേർന്ന് പറഞ്ഞാട്ടെ, വിശ്വാസത്താൽ. ഞാൻ കുഞ്ഞുനാളിലായിരുന്നപ്പോൾ എപ്പോഴും ചിന്തിക്കും, ഈ പെന്തക്കോസ്തുകാരെന്താ എപ്പോഴും യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം. പപ്പ എപ്പോഴും ഇങ്ങനെ പറയുന്നതൊക്കെ കേൾക്കും. കാര്യം എന്തുവന്ന് നാം മനസ്സിലാക്കണം. ഇതാ കാരണം whatever belongs to you, whatever you have in your life, the blood of Jesus has to be sprinkled by faith. Hallelujah. എബ്രായർക്കെഴുതിയ ലേഖനം 11 അതിന്റെ 28ാമത്തെ വാക്യം മറ്റാരെങ്കിലും ഒരാൾ വായിച്ചോട്ടെ. എബ്രായർക്കെഴുതിയ ലേഖനം 11ന്റെ 28ാമത്തെ വാക്യം. വിശ്വാസത്താൽ സംഹാരകൻ, ശ്രദ്ധിക്കണമേ, സംഹാരകൻ തൊടാതെ ഇരിപ്പാൻ. Praise be to God. എങ്ങനാ? വിശ്വാസത്താൽ സംഹാരകൻ കടന്നു പോകും. The Passover will happen. ഈ Passover, when it happens, രക്തം പുരട്ടി വെച്ചിരിക്കുന്ന, രക്തം തളിച്ചിട്ടുള്ള ജീവിതങ്ങൾ, രക്തം തളിച്ചിട്ടുള്ള മണ്ഡലങ്ങൾ. Praise be to God. കാര്യം ഗ്രഹിക്കുന്നവരൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. So it has to be applied. ആരപ്ലൈ ചെയ്യും? ഓരോ വിശ്വാസികൾ. നമ്മൾ കാത്തിരിക്കുക പാസ്റ്റർ വരാൻ, നമ്മൾ കാത്തിരിക്കുക ആരെങ്കിലും വരാൻ. No, you and I, we need to apply the blood of Jesus on everything that we have, every entry point, every exit point. അങ്ങനെയാണെങ്കിൽ ഒരു ബാധ നിന്റെ കൂടാരത്തോട് അടുക്കത്തില്ല, സംഹാരകൻ നിന്നോട് അടുക്കത്തില്ല, ആവിചാര്യം നിന്നോട് അടുക്കത്തില്ല, ദുഷ്ടന്റെ തന്ത്രങ്ങൾ ഫലിക്കത്തില്ല. ഒരായുധം, യെശയ്യാവ് 54:17 പറയുന്നത്, no weapon formed against you, weapons will be formed, but no weapons formed will prosper. ആയുധങ്ങൾ പലരും ഉണ്ടാക്കിയേക്കാം, പല ഗൂഢാലോചനകൾ ഉണ്ടായേക്കാം, എന്നാൽ അതൊന്നും ഫലിക്കാതെ വണ്ണം നിർവീര്യമാകുന്നത് യേശുവിന്റെ രക്തം, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ രക്തം. Holy Spirit, hallelujah. Every time you proclaim the blood of Jesus, എന്തുവാ നാം വിശ്വസിക്കുന്നത്? എഫെസ്യർ 1:7 പറയുന്നത്, അവന്റെ രക്തത്താൽ പാപമോചനവും വീണ്ടെടുപ്പുമുണ്ട്. ഞാൻ വീണ്ടെടുക്കപ്പെട്ടവനാ. ഹല്ലേലൂയ. Praise be to God. ഞാൻ വീണ്ടെടുക്കപ്പെട്ടവൻ. എങ്ങനെയാ? യേശുവിന്റെ രക്തത്താൽ. വീണ്ടെടുക്കപ്പെട്ടു പറയുമ്പോൾ ഒരു വില എവിടോ കൊടുത്തു. എന്റെ പാപത്തിന് ബദലായി ഒരു വില കൊടുക്കേണ്ട സ്ഥാനത്ത് 1 പത്രോസ് അതിന്റെ 18-19 ഭാഗങ്ങളിൽ പറയുന്നത് എന്തുവാ? വെള്ളിയും പൊന്നും കൊണ്ടൊന്നുമല്ല നമ്മളെ വില കൊടുത്ത് വാങ്ങിച്ചത്, യേശുവിന്റെ വിലയേറിയ രക്തം, പാപമില്ലാത്ത, the one who was without blemish, യേശുവിന്റെ വിലയേറിയ രക്തം കൊടുത്താണ് നമ്മളെ വാങ്ങിച്ചിരിക്കുന്നത്. ഓ ശമനറബന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊലോസ്യർ 1 അതിന്റെ 20ാമത്തെ വാക്യത്തിൽ പറയുന്നത്, കാൽവറി ക്രൂശിൽ അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്താൽ ദൈവമായി ഉള്ള സമാധാനം നമുക്ക് ലഭ്യമായി. ഹല്ലേലൂയ. എപ്പോഴാ സമാധാനം ഉണ്ടാകുന്നത് അറിയോ? പാപം നമ്മുടെ ജീവിതത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം, അപ്പനുമായി നിരപ്പില്ലാത്തടത്തോളം കാലം ഹൃദയത്തിൽ ഒരിക്കലും സമാധാനം ഉണ്ടാകത്തില്ല. എന്നാൽ യേശുവിന്റെ രക്തത്താൽ, ഹല്ലേലൂയ, കാൽവരി ക്രൂശിൽ തറച്ചു കളഞ്ഞു അവിടെ എഴുതിയിരിക്കുന്നത്. അത് മുഖാന്തരം the peace which came through the blood of Jesus. Hallelujah. വെളിപ്പാട് പുസ്തകം 1:6 വാക്യം ആരെങ്കിലും ശ്രദ്ധയോടൊന്ന് വായിച്ചാട്ടെ. വെളിപ്പാട് പുസ്തകം, Revelation chapter 1 verse number 5 and 6. Hallelujah. അതിന്റെ 6ാമത്തെ വാക്യം. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി എങ്ങനാ? തന്റെ രക്തത്താൽ. Hallelujah. Praise be to God. എന്തോ സംഭവം, വിഷയം എന്നറിയാമോ? ഇത് റോമർക്കെഴുതിയ ലേഖനം 10:4 എബ്രായർക്കെഴുതിയ ലേഖനം 10:4 വാക്യത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ അവിടെ എഴുതിക്കുന്നത്,
കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെ രക്തം പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. അതിനുവേണ്ടി എന്തുവാ എബ്രായർ 9 അതിന്റെ 12 വാക്യത്തിൽ പറഞ്ഞേ, തൻ്റെ സ്വന്തം രക്തത്താൽ, ഹല്ലേലൂയ, തൻ്റെ സ്വന്തം രക്തത്താൽ. ആരാ? യേശുവിനെ കുറിച്ച് പറയുന്നത്. He shed his own blood. Praise be to God. അപ്പോൾ പാപമോചനം നമുക്ക് ലഭ്യമായിരിക്കുന്നു. ഇതാ നാം അപ്ലൈ ചെയ്യുന്നത്. That we are redeemed. Hallelujah. We washed by the blood of Jesus. റോമർക്ക് എഴുതിയ ലേഖനം 8:1 പറഞ്ഞത്, for there is no condemnation for those who are in Christ. ക്രിസ്തുവിൽ ആയിരിക്കുന്നവർക്ക് ഇനി ശിക്ഷാവിധിയില്ല. ഇത് ഉറപ്പുണ്ടോ സഹോദര സഹോദരി? ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ചരട് കാണുമ്പോൾ, അവിടെ ഒരു എന്തെങ്കിലും കാണുമ്പോൾ നമുക്ക് പേടിയും ഭയവും, ഈ പറയുന്ന ഭീരത്വം എന്ന് പറയുന്നത്, നമ്മൾ ഇന്നലെ വായിച്ചല്ലോ 21:8 വെളിപ്പാട്, അവരൊക്കെ നരകത്തിലേക്ക് പോകുന്നു പറഞ്ഞ ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലെ, you need to believe that you are washed and cleansed by the blood of Jesus. നമുക്ക് ചുറ്റിനുമുണ്ട് ഒരു രക്തക്കോട്ട. ഈ രക്തക്കോട്ട എന്തോ അറിയുമോ? എഫെസ് ദമീം എന്നാ പറയുന്നത്. ബ്ലഡ് ബൗണ്ടറി എന്ന് പറയുന്നതാണ് സക്കറിയാവ് 2:5 പറയുന്നത്, ഞാൻ തന്നെ നിനക്ക് ചുറ്റിനും തീ മതിലായിരിക്കും. ഹല്ലേലൂയ, ദൈവത്തിന്റെ തീ മതിൽ. ഹല്ലേലൂയ, പ്രൈസ് ബി ടു ഗോഡ്. അതിന്റെ 8ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിന്നെ തൊടുന്നവൻ നിന്നെയല്ല, ദൈവത്തിന്റെ കൺമണിയെ എത്ര തൊടുന്നത്. The blood of Jesus. ഹല്ലേലൂയ. അപ്പോ നാം കണ്ടത്, ഇതിനുമേൽ രക്തം തളിക്കണം വിശ്വാസത്താൽ. നമ്മൾ വിശ്വാസത്താൽ, പുതിയ നിയമത്തിൽ നമ്മൾ ഇനി ഒന്നും തളിക്കാനൊന്നും പോകണ്ട. എവ്രി ഡേ, എവ്രി നൗ യു നീഡ് ടു ബി കൺവിൻസ്. ലോകത്തിൽ, നാട്ടിൽ പറയുന്നൊരു ഭാഷയുണ്ട്, കാക്ക തലയുടെ മുകളിൽ പറക്കും, നിർത്താൻ പറ്റത്തില്ല. തലയിൽ വന്ന് കൂട് വെക്കാൻ സമ്മതിക്കാതിരിക്കുന്നത് നമ്മുടെ കയ്യിലാണ്. Don't let these things come and harbor. Don't let these things come and dwell. ഉടനെ എഫെസ്യർ 6:17 ദൈവത്തിന്റെ വചനമാകുന്ന വാളെടുത്ത് അങ്ങ് വെട്ടിക്കോണം. ഹല്ലേലൂയ, പ്രൈസ് ബി ടു ഗോഡ്. ഹല്ലേലൂയ, വിശ്വാസം എന്ന പരിച എടുത്തോണം. പ്രൈസ് ബി ടു ഗോഡ്. ആമേൻ. അപ്പം രക്തം തളിച്ചാൽ മാത്രം മതിയോ? നമ്മളിപ്പോൾ എത്രാമത്തെ വാക്യത്തിൽ വന്നത്? 7ാമത്തെ അല്ലേ? ഇനി അതിന്റെ അത് കഴിഞ്ഞിട്ട് 8ാമത്തെ വാക്യം വായിച്ചേ. തിന്നേണം. ഇത് കഴിഞ്ഞിട്ട് ഇതിനെ നോക്കിക്കൊണ്ട് നിന്നാ പോരാ, ഇതിൽ ഭാഗവാക്കാകണം. ഞാൻ ജീവന്റെ അപ്പം. ആമേൻ. യേശു പറഞ്ഞൊരു വാക്യമാ. യോഹന്നാൻ 6:48 എടുക്കണമെന്നില്ല, അതിൻ്റെ 51, 52, 53 ഈ ഭാഗങ്ങളിലെല്ലാം കാണുന്നത്, എൻ്റെ മാംസവും എൻ്റെ രക്തവും കഴിക്കാത്തവൻ കുടിക്കാത്തവൻ അവന് സ്വർഗരാജ്യത്തിൽ കടക്കാൻ കഴിയത്തില്ല. പ്രൈസ് ബി ടു ഗോഡ്. ദൈവവചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കാതെ, ദൈവം നമുക്ക് വേണ്ടി ചെയ്തതിൽ അടിയുറച്ച് വിശ്വസിക്കാതെ, നാം ദൈവവചനത്തിന്റെ ബലത്തിലല്ലാതെ മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ we cannot do much. Hallelujah. Praise be to God. Hallelujah. അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. So you can't just say that no, I don't want to be part of it. അതിനെ അപ്പം ആദ്യത്തെ എന്തുവാ? We need to select the sacrificial lamb. അതിനെ സൂക്ഷ്മതയോടെ, അതായത് നമ്മൾ ശോധന ചെയ്യണം. ശോധന ചെയ്ത് കഴിഞ്ഞിട്ട് യേശു നമുക്ക് വേണ്ടി കൊല്ലപ്പെടണം ഉണ്ടായിരുന്നത് ദൈവത്തിൻ്റെ വ്യവസ്ഥ, അതല്ലാതെ വേറെ ഒരു മാർഗമില്ല. ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായി അവൻ്റെ അവസാനത്തുള്ളി രക്തം വരെയും ചീന്തി തന്ന അരുമനാഥൻ. ഓ ലോർഡ്, ഹല്ലേലൂയ. So when we are preparing, we need to remember these things. അത് കഴിഞ്ഞിട്ട് പോരാ, അത് തളിക്കണം എന്ന് പറയുമ്പോൾ we need to apply. ഇല്ലെന്നുണ്ടെങ്കിൽ വെറുതെ ദൈവം ചെയ്ത നന്മകൾ അതിൽ നാം ഭാഗവാക്കാകാതെ പോകുന്നത് അപ്പനൊത്തിരി പ്രയാസമുള്ള വിഷയമാണ്. ഹല്ലേലൂയ. മക്കൾക്ക് നല്ല വിലയേറിയ, എൻ്റെ അനുഭവമാണെന്ന് വെച്ചാൽ ഞാൻ വാങ്ങിച്ചു കൊടുത്തതല്ല, പക്ഷെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ മകന് വേണ്ടി വളരെ വിലയേറിയ ഒരു ടീഷർട്ട് വാങ്ങിച്ചു.
ഇപ്പോഴത്തെ പിള്ളേരല്ലേ, അവർക്ക് ഇവിടെ ഗോൾഡൻ ബട്ടൺ ഉള്ളത് ഇഷ്ടമല്ല, അത് മാറ്റിവെച്ചു. ഈ വാങ്ങിക്കൊടുത്ത ഈ സഹോദരി പലപ്പോഴും ഇങ്ങനെ ആഗ്രഹിക്കും പള്ളി വരുമ്പോൾ. പക്ഷെ നമ്മൾ പുതിയത് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം പള്ളിയിൽ അല്ലെങ്കിൽ സെൽ മീറ്റിങ്ങിലോ ഒക്കെ ഇടുന്നത്. അപ്പം എല്ലാ ആഴ്ച വരുമ്പോൾ ഇങ്ങനെ നോക്കും, ഇട്ടിട്ടുണ്ടോ. പക്ഷെ ഈ ഗോൾഡൻ ബട്ടൺ കാരണം ഇട്ടിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ ആ സഹോദരിയുടെ ഹൃദയം അങ്ങ് തകർന്നു പോയി. എന്നിട്ട് എടുത്ത് പറഞ്ഞു, പാസ്റ്ററെ ഞാൻ ആ ബട്ടൺസ് മാറ്റി വേറൊരെണ്ണം ഫിറ്റ് ചെയ്ത് തരാം. ഇതുപോലെ തന്നെ നാം വളരെ ആഗ്രഹത്തോടെ പല കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ചെയ്തിട്ട് അവർ ചെയ്യാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഭാരം അതിനേക്കാൾ എത്ര അധികം ഭാരമാ. എന്തുവാ, അഖിലാണ്ടമല്ല, കാണപ്പെട്ടതും കാണപ്പെടാത്തതുമല്ല, whatever, ഇതുപോലെ തൻ്റെ പൊന്നോമന പുത്രനെ ഹല്ലേലൂയ നമുക്ക് വേണ്ടി തകർക്കപ്പെടുവാൻ തക്കോണം തന്ന ആ ദൈവം നമുക്ക് വേണ്ടി ചെയ്തത് നമ്മുടെ ജീവിതത്തിൽ നാം അപ്ലൈ ചെയ്യാതെ എന്തുവാ, വിശ്വാസത്തോടൊന്ന് ഏറ്റെടുത്താൽ മാത്രം മതി. വിശ്വാസത്താൽ മോശയ്ക്ക് വേണ്ടി ചോദിക്കാതെ വെറുതെ ഇങ്ങനെ തളിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുമോ? കുറച്ച് ചോര ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ കുറെ കറയാകും എന്നല്ലാതെ എന്തെങ്കിലും ഗുണമുണ്ടോ? പലതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അപ്പൻ്റെ വചനം ഇങ്ങനെ പറയുന്നുവെങ്കിൽ ഞാനത് ചെയ്യും. ഹല്ലേലൂയ. എൻ്റെ യേശുവിൻ്റെ രക്തത്താൽ ഹല്ലേലൂയ എനിക്കൊരു സംരക്ഷണമുണ്ട്, ഒരു തീവേലി ഉണ്ട്. ഞാൻ അതിനെ അപ്ലൈ ചെയ്യും. എൻ്റെ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്കാകട്ടെ യൂണിവേഴ്സിറ്റിയിലേക്കാകട്ടെ എവിടെ കടന്നു പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും. അവരുടെ വരവിലും പോക്കിലും നമ്മുടെ ഭവനത്തിൽ ദൈവം അനുവദിക്കാത്ത ഒരുത്തനും കടന്നു വരാൻ പറ്റത്തില്ല. ദുഷ്ടപിശാചിന് കടക്കുവാൻ സാധ്യമല്ല. 13-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ഞാൻ രക്തം കാണുമ്പോൾ, the blood shall be a sign for you on the house where you are. The blood shall be a sign for you. ശ്രദ്ധിക്കണമേ, the blood shall be a sign for you. And when I see the blood, ആരാ? യഹോവ ദൈവം പറയാ, when I see the blood. നമ്മുടെ ജീവിതത്തിൽ ദൈവം പറയുക, ഞാൻ അത് കാണുമ്പോൾ, അഥവാ ഉണ്ട് എന്ന് പറഞ്ഞതായിട്ട് ഇവിടെ അങ്ങ് ഹൃദയത്തിൻ്റെ എവിടോ ഉണ്ട് എന്നല്ല, ഇറ്റ് ഷുഡ് ബി വിസിബിൾ ടു ഗോഡ്. നാമമാത്രമായി എന്തെങ്കിലും പോരാ, ദ ലോർഡ് ഷുഡ് സീ ഇറ്റ്. When I see the blood, I will pass over you. ചില ജൽപ്പനങ്ങൾ പോലെ ചെയ്തിട്ട് കാര്യമില്ല. ഇങ്ങനെ 10 പ്രാവശ്യം, ഇടയ്ക്ക് എൻ്റെ താര പറഞ്ഞു, ഞാൻ 1000 പ്രാവശ്യം ഇതിങ്ങനെ പറയാറുണ്ടെന്ന്. മത്തായി 15 അതിൻ്റെ 8-9 ഭാഗങ്ങളിൽ പറഞ്ഞത്, എൻ്റെ നാമം അവരുടെ അധരങ്ങളിലുണ്ട്, അവരുടെ ഹൃദയമോ എന്നിൽ നിന്നും അകന്നിരിക്കുന്നു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയോ? 10 പ്രാവശ്യം യേശുവിൻ്റെ രക്തം പറഞ്ഞാൽ മതി. ബട്ട് ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ സേയിങ്, the Lord says, when I see the blood, ഞാൻ കാണുമ്പോൾ. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്തുവാ, അതിൻ്റെ 22-ാമത്തെ വാക്യം, 21-22 വാക്യത്തിലേക്ക് ഒന്ന് പോയിട്ട്, അതിനു മുമ്പ് 14-ാമത്തെ വാക്യം. ആമേൻ. അപ്പോൾ ഇത് നാം ഈ തിരുമേശയുടെ അടുക്കൽ വരുമ്പോൾ യേശു നമുക്ക് വേണ്ടി അനുഭവിച്ച സകല ഭാരങ്ങളും പ്രയാസങ്ങളും നാം മനസ്സിലാക്കുമ്പോൾ തന്നെ ഇതിൽ കൂടെ ദൈവം നമുക്ക് വേണ്ടി നൽകിയ ജയത്തെ കണ്ട് ഇറ്റ് ഷുഡ് ബി a memorial of celebration. കാൽവറി ക്രൂശിൽ യേശു പരാജിതനായി പോവുകയല്ലായിരുന്നു. ദുഷ്ടപിശാചിനെ തല്ലി തകർത്ത് അവന്റെ സകല ആയുധ വർഗങ്ങളെ താഴ്ത്തി വെച്ച് പരസ്യമായി അവനെ കാഴ്ചയാക്കി. He made a public spectacle. എന്തുവാ? നിർവീര്യനായ ഒരു ദുഷ്ടപിശാചിനെ. Hallelujah. So we need to partake of this table with joy. ദൈവം നമുക്ക് വേണ്ടി ചെയ്തത്. Hallelujah. 15-ാമത്തെ വാക്യം. 7 days. 7 ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം തിന്നണം. ഒന്നാം ദിവസം തന്നെ പുളിച്ച മാവ് നിങ്ങളുടെ വീടുകളിൽ നിന്ന് നീക്കണം.
ഒരു മിനിറ്റ് ഒന്നുകൂടെ വായിച്ച സഹോദരി ആ വാക്യം. ആ, അപ്പൊ പ്രിപ്പറേഷന്റെ ഭാഗമാ. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഒന്നാം ദിവസം തന്നെ പുളിച്ച മാവ് നിങ്ങളുടെ വീടുകളിൽ നിന്നും നീക്കണം. റിമൂവ് ദ ലെവൻ എന്ന് പറഞ്ഞാൽ പുളിപ്പ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നത് പാപവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ ഭവനത്തിൽ എന്തെല്ലാം, whatever it be, should be removed. Anything that is corrupt, anything that is linked to sin. പരിശുദ്ധനായ ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. അവൻ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. എബ്രായ ഭാഷയിൽ 3 പ്രാവശ്യം എന്ന് വെച്ചാൽ റേസ് ടു ഇൻഫിനിറ്റി. അളവ് കൂടാത്ത പരിശുദ്ധനായ ദൈവം. ദൈവത്തിൻ്റെ സന്നിധിയിൽ പാപത്തോടുകൂടി നമുക്ക് വന്ന് കോംപ്രമൈസ് ചെയ്യത്തില്ല ദൈവം. ഹല്ലേലൂയ. ഈ പരിശുദ്ധനായ ദൈവത്തിന് അടുക്കിലേക്ക് വരണമെങ്കിൽ യേശുവിൻ്റെ രക്തത്തിൽ കൂടെയുള്ള കഴുകലല്ലാതെ വേറെ വഴിയില്ല സഹോദര സഹോദരി. തലകുത്തനെ നിന്ന് ഫാസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാലും യേശുവിൻ്റെ രക്തത്തിലുള്ള വിശ്വാസം, വിശ്വാസത്താൽ മാത്രമാണ്. പ്രൈസ് ദ ലോർഡ്. എന്നിട്ട് തോന്നിവാസം പോയി ജീവിക്കാൻ ഒക്കത്തില്ല. വായിച്ചാട്ടെ. നീക്കണം. അപ്പൊ 7 ദിവസം, 7 എന്തിനാ ചൂണ്ടിക്കാണിക്കുന്നത്? ഫുൾനെസ്, പെർഫെക്ഷൻ, കംപ്ലീറ്റ്നെസ്. അഥവാ എണ്ണി ഒന്നാം ദിവസം, രണ്ടാം ദിവസം, മൂന്നാം ദിവസം, 7 ദിവസം കഴിഞ്ഞ് എനിക്ക് തോന്നിവാസം ചെയ്യാമെന്നല്ല, എല്ലാ ദിവസവും ദൈവത്തോട് ചേർന്ന് നടക്കണമെങ്കിൽ. ഒരു നോഹയ്ക്ക് ദൈവത്തോട് ചേർന്ന് നടക്കാൻ കഴിഞ്ഞോ? ഒരു ഹാനോക്കിന് ദൈവത്തോട് ചേർന്ന് നടക്കാൻ കഴിഞ്ഞോ? എന്നാൽ നമുക്കും ചേർന്ന് നടക്കുവാൻ കഴിയും. ആമോസ് 3:3 പറഞ്ഞത് 2 പേര് യോജിച്ചിട്ടല്ലാതെ അവർക്ക് ചേർന്ന് നടക്കുവാൻ കഴിയത്തില്ല. ദൈവം തൻ്റെ ദൈവത്തിൻ്റെ വ്യവസ്ഥകളിൽ കൂടെ പറയുകയാണ്, ഇങ്ങനെയാണ് എന്നോട് കൂടി നിങ്ങൾ നടക്കേണ്ടത്. ഹല്ലേലൂയ, പ്രൈസ് ബി ടു ഗോഡ്. എന്നിട്ട് നമുക്ക് മുന്നിൽ പോകാം. 21-ാമത്തെ വാക്യം, 21-22. ആമേൻ. പിറ്റന്നാൾ വെളുക്കും വരെയും നിങ്ങൾ വാതിലിന്റെ. So where is your protection? Your protection is in the blood marked house. നിങ്ങൾ പുറത്തിറങ്ങരുത്. ഈ രക്തത്തിന്റെ മറവല്ലാതെ നിങ്ങൾ പുറത്തിറങ്ങരുത്. Praise be to God. Hallelujah. Which means എല്ലായ്പ്പോഴും യേശുവിൻ്റെ രക്തത്തിൻ്റെ മറവിൽ നിന്നിട്ട് വേണം നാം മുൻപോട്ട് പോകുവാൻ. ഞാൻ ആ ഒരു വാക്യത്തിലോട്ട് അധികം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. മറ്റൊന്നുമല്ല, പ്രിപ്പറേഷൻ എന്ന വിഷയമാണ്. ആ പ്രിപ്പറേഷൻ എന്ന വിഷയത്തിനകത്ത് നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് we should be prepared. ഹല്ലേലൂയ. ഒന്നാമത് എന്താ ചെയ്യേണ്ടത്? ആദ്യം വിശ്വസിക്കുക, നമുക്ക് ബദലായി ഒരു യാഗം വേണമായിരുന്നു. അതാരായിരുന്നു? അത് യേശു തന്നെ. ഊനമില്ലാത്തവൻ, പാപം ഇല്ലാത്തവൻ, നമുക്ക് വേണ്ടി പാപമായി മാറിയ യേശു. ആമേൻ. രണ്ടാമത്, ഈ യേശു നമുക്ക് വേണ്ടി കൊല്ലപ്പെടണമായിരുന്നു. പ്രൈസ് ബി ടു ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസ് പോയി പറഞ്ഞത് എന്തുവാ? എന്തൊക്കെയാണെങ്കിലും ഞാൻ സമ്മതിക്കത്തില്ല, വിട്ടുപോ പിശാചേ എന്ന് പറഞ്ഞു. ബിക്കോസ് ജീസസ് ന്യൂ വാട്ട് ഹാഡ് ടു ബി ഡൺ. മൂന്നാമത്, കൊല്ലപ്പെട്ടാൽ മാത്രം മതിയോ? യേശുവിൻ്റെ രക്തം നമ്മുടെ ജീവിതത്തിൻ്റെ സകല മണ്ഡലങ്ങളിന്മേൽ തളിക്കണം. ഇറ്റ് ഷുഡ് ബിക്കം എ ലൈഫ് സ്റ്റൈൽ. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഈ ഒരു ഉറപ്പാണ്. ഈ പറയുന്ന തിരുത്താഴ ശുശ്രൂഷയുടെ സമയത്ത് മാത്രമല്ല, എപ്പോഴും നമുക്കൊരു ബോധ്യം വേണം. നാലാമത് എന്തുവാ നാം മനസ്സിലാക്കേണ്ടത്? നാം വിശ്വാസത്തോടെ അപ്ലൈ ചെയ്യുന്ന സ്വർഗം കാണുന്നു, അല്ല അതിൽ ഭാഗവാക്കാകണം. അഞ്ചാമത് നമ്മൾ കാണുന്നത്, നാം ഇത് അപ്ലൈ ചെയ്യുന്നത് സ്വർഗം കാണത്തക്ക രീതിയിൽ, അപ്പൻ കാണത്തക്ക രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ അത് പ്രതിബിംബിക്കണം. പ്രൈസ് ബി ടു ഗോഡ്. ഹല്ലേലൂയ. അഞ്ചാമത് കാണുന്നത്, നാം എന്തുവാ? വി ഷുഡ് ബി ഇൻ ദി ഹൗസ്. ഈ രക്തത്തിൻ്റെ മറവിലായിരിക്കണം. കണ്ണുകൾ നമുക്ക് ശാന്തമായി അടയ്ക്കാം.
തിരുവത്താഴ ശുശ്രൂഷയിലേക്ക് നാം കടക്കുവാൻ പോവുകയാണ്. അതിനു മുമ്പായി ഹല്ലേലൂയ നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന കാര്യമായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ലാഘവത്തോടെ ഇതിൽ നമുക്ക് ഭാഗവാക്കാക്കുവാൻ കഴിയത്തില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി നമുക്കായിരിക്കാം. പ്രൈസ് ബി ടു ഗോഡ്. ഇതിൽ ആർക്കാണ് ഭാഗവാക്കാകുവാൻ കഴിയുന്നത്? യേശു ക്രിസ്തുവിനെ സ്വന്തം കർത്താവായി രക്ഷിതാവായി സ്വീകരിച്ച് വാസ്തവത്തിൽ ഹൃദയം കൊണ്ട് മാനസാന്തരപ്പെട്ട് അവൻ നമുക്ക് വേണ്ടി ചെയ്ത സകലതും മനസ്സിലാക്കിയതിനു ശേഷം തൻ്റെ കൽപ്പനയാകുന്ന വിശ്വാസ സ്നാനം എടുത്ത് മനുഷ്യനോടും ദൈവത്തോടും കുറ്റമില്ലാത്ത മനസ്സാക്ഷിയോടെ നിൽക്കുകയും നമ്മുടെ ജീവിതം വേർപെട്ട് ഇനി ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ സമർപ്പിച്ചു കൊടുത്തിരിക്കുന്നവർക്ക് മാത്രമുള്ളതാകുന്നു ഈ തിരുമേശെന്ന് തുടക്കത്തിൽ തന്നെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. അപ്രകാരം വിശ്വാസ സ്നാനം മാനസാന്തരപ്പെട്ട് വിശ്വസിച്ച് സ്നാനപ്പെടാത്ത ആരെങ്കിലും ഇതിൻ്റെ നടുവിലുണ്ടെങ്കിൽ ഈ തിരുമേശയിൽ നിന്ന് മാറി നിൽക്കുവാൻ നമുക്ക് വ്യവസ്ഥയില്ല സഹോദര സഹോദരി. ഏറ്റവും അടുത്ത നിമിഷം തന്നെ സ്നാനപ്പെടുവാൻ തക്കവണ്ണം സമർപ്പണത്തോടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിന് അനുസരണമായി ലോകത്തോട് അനുരൂപരാകാതെ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ തക്കവണ്ണം സമർപ്പിച്ച് നമുക്ക് കൊടുക്കാം. ഈ തിരുമേശയിൽ നമുക്ക് ഭാഗവാക്കാകണമെങ്കിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നത് ദൈവത്തോടും മനുഷ്യനോടും കുറ്റമില്ലാത്ത മനസാക്ഷി. ദൈവത്തോട് കുറ്റമില്ലാത്ത മനസാക്ഷി നമുക്ക് ലഭ്യമാകുന്നത് യേശുവിൻ്റെ രക്തത്താലുള്ള കഴുകലിൽ കൂടെ മാത്രമാകുന്നു. ഇന്ന് പകൽക്കാലം ഒന്ന് ഓർപ്പിക്കട്ടെ, മനുഷ്യനോട് കൂട്ടു സഹോദരങ്ങളോട് എന്തെങ്കിലും തരത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങളാകട്ടെ ക്ഷമിച്ചു കൊടുക്കേണ്ട മണ്ഡലങ്ങളിൽ ക്ഷമിച്ചു കൊടുക്കാതെ കയ്പോടുകൂടി ആരെങ്കിലും ഇതിൻ്റെ മധ്യേ ആയിരിക്കുന്നുവെങ്കിൽ യേശു പ്രാർത്ഥന പഠിപ്പിച്ച സമയത്ത് മത്തായി 6, 14, 15 ഭാഗങ്ങളിൽ പറയുന്നത് നാം മറ്റുള്ളവരെ ക്ഷമിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ പിതാവാം ദൈവം നമ്മെ ക്ഷമിച്ച് നൽകത്തില്ല എന്ന് ദൈവത്തിൻ്റെ ഒരു വചനമുണ്ട്. സഹോദര സഹോദരി, യേശു പറയുകയാണ് യാഗവസ്തുവുമായി കടന്നു വരുമ്പോൾ ആർക്കെങ്കിലും ഇനി നമ്മളോട് ഒരു ഭാരമുണ്ടെന്ന് തോന്നിയാൽ ഞാനല്ലല്ലോ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞ് മാറി നിൽക്കുവാൻ വ്യവസ്ഥയില്ല. ആ സഹോദരനോട് സഹോദരിയോട് എത്രയും അടുത്ത സമയം തന്നെ കടന്നു ചെന്ന് നിരപ്പിൻ്റെ അനുഭവത്തിൽ ആയിരിക്കാൻ ഓർമ്മിപ്പിക്കട്ടെ. ഈ തിരുമേശയിൽ നാം ഭാഗവാക്കാകുമ്പോൾ ഇതാർക്കുള്ളതാണ്? ദൈവത്തോട് നാം ഹൃദയം പൊട്ടി വാ വിട്ട് നിലവിളിച്ച് പറയേണ്ട ഒരു പ്രാർത്ഥനയാ, എൻ്റെ ദൈവമേ, പാപപങ്കുലമായി ഈ ലോകത്ത് ഞാൻ ആയിരിക്കുമ്പോൾ പാപമില്ലാതെ ജീവിപ്പാൻ ഇതാ അടിയനെ പരിപൂർണമായി സമർപ്പിക്കുന്നു, കൃപ നൽകുമാറാകണമേ എന്ന്. അങ്ങനെ ഇന്ന് ഇതിൻ്റെ മധ്യേ ആയിരിക്കുന്ന സഹോദര സഹോദരി, ഇന്ന് ഈ തിരുമേശയിൽ എനിക്ക് ഭാഗവാക്കാകുവാൻ ദൈവം നൽകിയിരിക്കുന്ന യോഗ്യത അത് വിശ്വാസത്തോടെ മനസ്സിലാക്കുന്നവർ മാത്രം അതായത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്നാലും. നാം എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്തും ഹൃദയങ്ങളെ ശോധന ചെയ്ത് ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം പറയുന്നത് ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, അത് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് ദൈവത്തിൻ്റെ കരുണ ലഭിക്കും. ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം 1 യോഹന്നാൻ 1:9 പറയുന്നത് കൺഫെസ് യുവർ സിൻസ് ആൻഡ് ഹീ ഈസ് എ ഫെയ്ത്ത്ഫുൾ ഗോഡ്. നമ്മുടെ പാപങ്ങൾ സകലതും ക്ഷമിക്കുവാൻ തക്കോണം, നമ്മുടെ സകല അനീതികളെ പോക്കി നമ്മളെ ശുദ്ധി നൽകുവാൻ തക്കണം അവൻ വിശ്വസ്തനായ ഒരു ദൈവമാണ്. എല്ലാ കണ്ണുകളും ശാന്തമായി അടഞ്ഞിരിക്കട്ടെ. എല്ലാ കണ്ണുകളും ശാന്തമായി അടഞ്ഞിരിക്കുമ്പോൾ തന്നെ കാൽവറി ക്രൂശിലേക്ക് മാത്രം നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് ഹാലിലോ കേന്ദ്രീകരിക്കാം. ഹൃദയങ്ങളൊന്ന് ശോധന ചെയ്താട്ടെ, ശോധന ചെയ്താട്ടെ, ശോധന ചെയ്താട്ടെ. ഹോളി സ്പിരിറ്റ്, ഹല്ലേലൂയ. ആദ്യമായി ഞാൻ എൻ്റെ സാക്ഷ്യവാചകങ്ങൾ വായിക്കും, നിങ്ങൾക്ക് അത് കഴിഞ്ഞ് എന്നോട് ചേർന്ന് വായിക്കാം. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ഒരിക്കൽ കൂടി എന്നെ കഴുകി ശുദ്ധീകരിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസ്സാക്ഷി തന്ന് ഈ ശുശ്രൂഷ അനുഭവിപ്പാൻ എന്നെ യോഗ്യനാക്കിയതാ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രൈസ് ബി ഗോഡ്. നമ്മൾ ഇത്രയും പേരെ ഈ ശുശ്രൂഷയിൽ ഭാഗവാക്കാക്കുവാൻ ദൈവത്തെ അതിന് വലിയ കൃപയെ ഓർത്ത് കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്തിട്ട് ഹല്ലേലൂയ.
കൂട്ടത്തിന്റെ നടുവിൽ നിന്നും ആരെങ്കിലും ഒരാൾ ശബ്ദം ഉയർത്തി തുടർന്നുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും. Holy Spirit. Holy Spirit. Hallelujah. Yes, Lord. Holy Spirit. Stotram, stotram, stotram. Holy Spirit. Yes, my Master. Holy Spirit. Yes, Lord. Thank you, Lord Jesus. Amen. Yes, Lord. Hallelujah. സ്തോത്രം. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കുമ്പോൾ തന്നെ അവങ്കിലേക്ക് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ സകല പാപങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ശ്രദ്ധിച്ച് നിങ്ങൾ ഒന്ന് നോക്കുമെങ്കിൽ അവൻ ആ ക്രൂശ് വഹിക്കുന്ന ആ ക്രൂശിന്റെ ഭാരം, ലോകത്തിന്റെ പാപം സകലതും വഹിച്ചവനായ യേശു. ഒന്നും കൂടെ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ സഹോദര സഹോദരി, എൻ്റെയും നിങ്ങളുടെയും പേരാണ്, നമ്മുടെ ഓരോരുത്തരുടെയും ഭാരമാ. ഇഫ് യു പേഴ്സണലി ലുക്ക് അറ്റ് ഇറ്റ്, എൻ്റെ പാപത്തിനു വേണ്ടി, എൻ്റെ സകല പാപത്തിൻ്റെ ഭാരം വഹിച്ചവനായ യേശു ഇതാ കടന്നു പോകുന്നതൊന്ന് ശ്രദ്ധ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അവൻ കടന്നു പോകുന്ന വഴിയിൽ മനുഷ്യർ അവനെ ആട്ടുന്നുണ്ട്, തുപ്പുന്നുണ്ട്. ചില നിമിഷങ്ങൾക്ക് മുമ്പ് പടയാളികൾ അവനെ ചാട്ടവാറ് കൊണ്ട് അടിക്കുകയും തുടർന്ന് അവൻ്റെ കണ്ണ് കെട്ടിയതിനു ശേഷം അവനെ അടിച്ചിട്ട് പരിഹാസത്തോടെ പ്രവചിക്കുക, ആരാ നിന്നെ അടിച്ചത്? യേശു അനുഭവിച്ച സകല വേദനകൾ, പീഡകൾ, the shame that he went through, നാം നാണം കെടേണ്ട സ്ഥാനത്ത്, നാം ശിക്ഷ അനുഭവിക്കേണ്ട ഓരോന്നും ആയിരുന്നു യേശു തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തത്. ധ്യാനത്തോടൊന്ന് ചിന്തിച്ചാൽ, ഹോളി സ്പിരിറ്റ്, താങ്ക് യു ലോർഡ്. ഹൃദയങ്ങളിൽ സ്തോത്രം, സ്തോത്രം നിറയട്ടെ. അധരങ്ങൾ തുറന്ന ദൈവത്തെ സ്തോത്രം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുമെന്ന് യേശു പറഞ്ഞപ്പോൾ യേശുവിനെ മാത്രമാണ് ഓർക്കേണ്ടത്. അവൻ നമുക്ക് വേണ്ടി ചെയ്തതാണ് നാം ഓർക്കേണ്ടത്. അവനെ നാം സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുക. അയോഗ്യമായതിൽ ആരും ഭാഗവാക്കാകരുത്. അവൻ ചെയ്ത നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുക. അപ്ലൈ ദ ബ്ലഡ് ഓഫ് ജീസസ് ഓവർ യുവർ ലൈഫ്. ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുക. അവൻ തന്ന വലിയ രക്ഷ, ഹല്ലേലൂയ, സൗജന്യമായി തന്ന ആ വലിയ രക്ഷയ്ക്കായി ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്താലും. ഹോളി സ്പിരിറ്റ്, ചില നിമിഷങ്ങൾക്ക് മുമ്പ് ഗെത്സമന തോട്ടത്തിൽ യേശു ആവട്ട് നിലവിളിക്കുകയാണ്, അബ്ബാ പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും നീക്കിക്കളയണമേ. അതേ ശ്വാസത്തിൽ തന്നെ യേശു പറയുകയെങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നിറവേറപ്പെടുമാറാകട്ടെ. ഞാൻ മാത്രം വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ യേശുവിനറിയാമായിരുന്നു. യേശുവിൽ കൂടെ അല്ലാതെ മാനവരാശിക്ക് ഒരു രക്ഷയുമില്ല. തന്നെ താൻ സമർപ്പിച്ചു കൊടുത്തവനായ ദൈവം, പരിപൂർണമായി താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്ത ദൈവം, മരണത്തോളം തന്നെ തകർത്ത് കൊടുക്കുവാൻ തക്കണം ഏൽപ്പിച്ച് അരുമനാഥനൊന്ന് ധ്യാനിച്ചാലും നമുക്ക് വേണ്ടി അവൻ സകല വേദനകളും പീഡകളും അനുഭവിച്ചു.
കണ്ടാലോ ആളറിയുകയില്ല. ഒരു മനുഷ്യ രൂപം, ഒരു മാനവ രൂപം പോലുമില്ല. ഒരു മാംസപിണ്ഡം പോലെ അവൻ ഇതാ ക്രൂശന്മേൽ 3 ആണികളാൽ തറയ്ക്കപ്പെട്ട് നിൽക്കുന്ന യേശുവിനെ ഒന്ന് നോക്കിയാലും, 2 കള്ളന്മാരുടെ നടുവിൽ 3 ആളുകളാൽ തറയ്ക്കപ്പെട്ടു. അവൻ്റെ കാലുകൾ, നാം കടന്നുപോയ പാപത്തിൻ്റെ വഴികൾ, അവൻ്റെ പാതകൾ, അവൻ്റെ പാദങ്ങൾ തറയ്ക്കപ്പെട്ടു. നാം ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് പരിണിത ഫലമായി അവൻ്റെ കരങ്ങൾ ആണികളാൽ തറയ്ക്കപ്പെട്ടു. നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന കന്മഷം, കുറ്റങ്ങൾ, കുറവുകൾ, കയ്പുകൾ, ക്ഷമിക്കാതെ വണ്ണം പാപചിന്തകൾ, മോഹങ്ങൾ സകലതും ഹൃദയത്തിൽ സംഗ്രഹിച്ചു വച്ച അതിന് അവൻ്റെ വിലാപ്പുറം അവർ കുന്തം കൊണ്ട് കുത്തി. അവൻ്റെ തലമേൽ മുൾക്കിരീടം വച്ചു. സകല ഓർമ്മകളാകട്ടെ, ബുദ്ധികളാകട്ടെ, പ്ലാനുകളാകട്ടെ, എല്ലാവിധമായ വിഷയങ്ങൾ, അവൻ്റെ സകല മണ്ഡലങ്ങളെ തകർക്കപ്പെടുവാൻ ദൈവം അവനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, hallelujah, praise be to God. I praise you my master, hallelujah. സഹോദര സഹോദരി, ഇത് നാം കടന്നു പോകേണ്ട ശിക്ഷാവിധിയാണ് യേശു തൻ്റെ ശരീരത്തിൽ വഹിച്ചത്. അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ അവൻ വഹിച്ചു. അവൻ ഹല്ലേലൂയ ശാപമായി അവൻ മാറി എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുവെങ്കിൽ, നമ്മുടെ മേൽ വരേണ്ട സകല ശാപങ്ങളാണ് അവന്റെ ശരീരത്തിൽ അവൻ ഏറ്റെടുത്തത്. ഹല്ലേലൂയ, ഹോളി സ്പിരിറ്റ്. അവൻ തൻ്റെ ശിഷ്യന്മാരോടുകൂടി അത്താഴം കഴിച്ചുകൊണ്ടിരുന്നതിൻ്റെ നടുവിൽ നിന്നും അവൻ എഴുന്നേറ്റു. അവൻ അപ്പം എടുത്തു, സ്തോത്രം ചൊല്ലി, അത് നുറുക്കി തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഇതിന്റെ ശരീരം നിങ്ങൾ ഇതിന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. ഈ അപ്പം നിങ്ങളുടെ കരങ്ങളിൽ ലഭിച്ചതിന് ശേഷം, എല്ലാവർക്കും ലഭിച്ചതിന് ശേഷം നമുക്ക് ഒരുമിച്ച് ഇതിൽ നിന്നും ഭാഗവാക്കാക്കുവാൻ സാധിക്കും. ഒരുക്കത്തോടെ കടന്നു വന്ന ആർക്കെങ്കിലും അപ്പം കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തിയാട്ടെ. ഈ അപ്പത്തെ കരങ്ങളിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനെ ഉയർത്തിപ്പിടിച്ചാട്ടെ. നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? അപ്പം ഒന്നാകെ കൊണ്ട് പലരായി നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിന്റെ അംശികൾ ആകുന്നുവല്ലോ. നമ്മുടെ ശരീരത്തിന്റെയും പ്രാണന്റെയും ആത്മാവിന്റെയും വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ ശരീരത്തെ ഏൽപ്പിച്ചു തന്ന അരുമനാഥനെ ധ്യാനിച്ചുകൊണ്ട് ഇതിൽ ഭാഗവാക്കായാലും അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു.
ആ വണ്ണം തന്നെ അത്താഴം കഴിഞ്ഞതിന് ശേഷം അവൻ പാനപാത്രം എടുത്തു, സ്തോത്രം ചെയ്ത് തന്റെ ശിഷ്യന്മാർക്ക് ഇത് കൊടുത്തതിന് ശേഷം പറഞ്ഞത്, പുതിയ നിയമത്തിൽ എന്റെ രക്തം, ഇതെന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുകയും. ഇത് നിങ്ങളുടെ കരങ്ങളിൽ ലഭ്യമായി കഴിയുമ്പോൾ നമ്മുടെ പ്രാണന്റെയും ആത്മാവിന്റെയും വീണ്ടെടുപ്പിന് വേണ്ടി അവസാനത്തുള്ള രക്തം വരെയും ഊറ്റി തന്ന അരുമനാഥനെ ധ്യാനിച്ചുകൊണ്ട് ഇതിൽ ഭാഗമാക്കാം. ശത്രുവാമെന്നെ നിൻ പുത്രനാക്കിയിടുവാൻ പുത്രനെ തന്നല്ലോ നീ ദേവാ. ഇത്ര മഹാസ്നേഹം ഇത്തരയിലൊരു മർത്യനുമില്ല ദൃഢം. ദേവാ, ഇത്ര മഹാസ്നേഹം ഇത്തരയിലൊരു മർത്യനുമില്ല ദൃഢം. നീചനരനാമി ഏഴയെ സ്നേഹിച്ച് നീചലോകത്തിൽ വന്നു യേശു. നീചമരണം മാറിപ്പതിനായി തന്നെ നീചന്മാർക്കേൽപ്പിച്ചല്ലോ യേശു. നീചമരണം മാറിപ്പതിനായി തന്നെ നീചന്മാർക്കേൽപ്പിച്ചല്ലോ. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലോ. വീണ്ടും ഒരിക്കൽ കൂടെ നമ്മുടെ അരുമനാഥനെ ധ്യാനിച്ചുകൊണ്ട് ഇതിൽ ഭാഗവക്കായാലും. പ്രൈസ് ബി ഗോഡ്. ഇത്രയും അധികം ദൈവം നമ്മളെ ഈ ശുശ്രൂഷ ചെയ്ത് തീർപ്പാൻ തക്കണം ദൈവം ചെയ്ത കൃപയ്ക്കായി കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ബി ഗോഡ്. ഈ അനുഗ്രഹ പാത്രത്തിൽ അടങ്ങിയിരിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച സകല അനുഗ്രഹങ്ങളും അക്ഷരികമായി നമ്മുടെ ജീവിതത്തിൽ അത് പകരപ്പെടുന്ന നാളുകളായി മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. രക്തം ജയം, രക്തം ജയം, രക്തം ജയം എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശു മരിച്ചു എന്നുള്ളത് സത്യമാണ്. അവൻ മൂന്നാം നാൾ എഴുന്നേറ്റു. ദുഷ്ടപിശാചിനെ തല്ലി തകർത്തു. അവൻ പറഞ്ഞത്, ഇതാ ഞാൻ വേഗം തിരികെ മടങ്ങി വരും. അവന്റെ തിരികെ വരവിന്റെ കാലൊച്ച കേൾക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്തട്ടെ. കരങ്ങൾ അടിച്ച് ഈ ദൈവത്തെ സ്തോത്രം ചെയ്തട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ബി ടു ഗോഡ്, പ്രൈസ് ദി ലോർഡ്. Hallelujah. It's
പ്രിയരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. തമ്മിൽ സമാധാനമായി ഇരുപ്പിൻ. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിൻ, ഉൾക്കരുതില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ, ബലഹീനരെ താങ്ങുവിൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിൻ, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ, തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാത്തിനും സ്തോത്രം ചെയ്യുവിൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവ ഇഷ്ടം. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലതും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പിൻ, സകലവിധ ദോഷങ്ങൾ വിട്ട് അകലുവിൻ. സമാധാനത്തിന് ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. സഹോദരന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. കർത്താവിൽ പ്രിയരെ, ഈ സഭയിൽ ശുശ്രൂഷിക്കുന്ന ഓരോ ശുശ്രൂഷകന്മാരെ നിങ്ങൾ കരങ്ങൾ നീട്ടി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഒന്ന് സ്വർഗത്തിലേക്ക് കരങ്ങൾ നീട്ടി നമുക്ക് വേണ്ടി ഓരോ ശുശ്രൂഷകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. നമുക്ക് നിങ്ങളുടെ പ്രാർത്ഥന വേണം. ഹല്ലേലൂയ. തെറ്റിപ്പോകാതെ വിളിച്ച വിളിക്ക് ഒത്തവണ്ണം നടപ്പാൻ, ദൈവ ഭയത്തോടെ ദൈവ സ്നേഹത്തോടെ ആയിരിക്കാൻ, ദൈവ ജനത്തെ ദൈവത്തിന് വഴികൾ കാട്ടിക്കൊടുക്കേണ്ടതിനായി, ഹല്ലേലൂയ, ദൈവികമായ വെളിപ്പാടുകൾ മർമ്മങ്ങൾ വെളിപ്പെട്ട് കിട്ടേണ്ടതിന്, പാപഭംഗുലമായ ലോകത്തിൽ പാപത്തെ എതിർത്ത് തന്നെ നടപ്പാൻ തക്കോണം, വിശുദ്ധി വേർപാടോട് നടപ്പാൻ തക്കോണം. ഓ ഷാഖന്തോറ, ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. അടികൾ 5 മേഖലകളെ യേശുവിന്റെ രക്തത്താൽ ഒന്ന് മുദ്രയിട്ട് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit. Rikashamana tarabana basimene. Hallelujah. സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. അടിയനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. വിശ്വാസത്തോടെ ഏറ്റെടുത്താലും. സ്നേഹവനായ പരിശുദ്ധ പിതാവേ, വീണ്ടും ഇതാ തിരുപാദപടികളിലേക്ക് അടികൾ ഇതാ ഒരുമിച്ച് കടന്നു വരികയാണ്. ഇപ്പോൾ ഇതാ അങ്ങയുടെ ജനത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അടിയിതാ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ജനം ഒരു അനുഗ്രഹ പാത്രമായി തന്നെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നന്മയ്ക്ക് കുറവ് വരാതവണ്ണം അവസാന ശ്വാസം വരാ, അല്ലെങ്കിൽ അങ്ങനെ വരവരെയും അവർ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഒരു നന്മയ്ക്ക് കുറവ് വരികയില്ല എന്ന് ഞങ്ങളുടെ വാഗ്ദത്തമാണ്. ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കുമായിരിക്കും, എന്നാൽ യഹോവ അന്വേഷിക്കുന്നവർ, യഹോവ ഭക്തന്മാർക്ക് ഒരു നന്മയ്ക്കും കുറവ് വരികയില്ല. അങ്ങനെയെങ്കിൽ എന്റെ പൊന്നുനാഥൻ ദൈവമേ, ഒരു നന്മയ്ക്ക് കുറവ് വരാതോളം അങ്ങ് യഹോവ ഈരയാം അവരോട് കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ പൊന്നു ദൈവമേ, അങ്ങയുടെ കൃപയിൽ മറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു രോഗമോ പ്രയാസമോ ദുഃഖമോ ദാരിദ്ര്യമോ സങ്കടമോ അപമാനമോ നാശമോ നഷ്ടമോ പരിഹാസമോ കടന്നു വരുവാൻ അങ്ങ് അനുവദിക്കരുത്. അവർക്കെതിരെ ഒരു ആയുധം ഫലിക്കുകയില്ല എന്നുള്ള വചനമാണ്. അക്ഷരികമായി ആ വചനം അവർ കാണുവാൻ തക്കോളം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടവരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കരങ്ങളുടെ പ്രവർത്തികളെ അങ്ങ് അനുഗ്രഹിക്കുമാറാകണം. ഒരു യോസെഫിനോട് കൂടെ ഇരുന്ന് യോസെഫ് ചെയ്ത സകല പ്രവർത്തനങ്ങളെ അനുഗ്രഹിച്ചവരായ ദൈവമേ, സ്ഥലം പോരാതോടും അങ്ങ് അവരെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ പൊന്നു ദൈവമേ, കുഞ്ഞുങ്ങളെ ഓരോരുത്തരും തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദുഷ്ടൻ റാഞ്ചിക്കൊണ്ട് പോകാതിരിപ്പാൻ എന്റെ ദൈവമേ അങ്ങയുടെ കൃപ പകർന്ന് അവരുടെ മേൽ ഹല്ലേലൂയ അങ്ങയുടെ ദൈവമേ ഹല്ലേലൂയ കൃപ അധികമായി പകരുമാറാകണം. ദൂതന്മാരെ കൽപ്പിച്ച് നിർത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ ദൈവമേ, അങ്ങയുടെ വാഗ്ദത്തമാണ്. എന്റെ ജനവും ലോകത്തിലെ ജനവുമായി ഞാൻ ഒരു വ്യത്യാസം വരുത്തുമെന്ന് പറഞ്ഞവനായ ദൈവമേ ഹല്ലേലൂയ. അങ്ങയുടെ ജനം ഒരിക്കലും വാലായി ഇരിക്കുവാനല്ല, അവർ തലയായി തന്നെ ഇരിക്കട്ടെ. അവർ താഴ്ച പ്രാപിക്കാനല്ല, അവർ ഉയർച്ച പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. അവരുടെ ഭവനങ്ങളിൽ സന്തോഷം സമാധാനം ഐശ്വര്യം ദൈവികമായ ആനന്ദം കൊണ്ട് നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ പൊന്നു ദൈവമേ, അവരുടെ ഭവനങ്ങളിൽ ഹല്ലേലൂയ എന്റെ ദൈവമേ അങ്ങയുടെ കൃപ പകരുമാറാകണം, അങ്ങയുടെ സ്നേഹം കൊണ്ട് നിറയ്ക്കുമാറാകണം, സമ്പൂർണ്ണത കൊണ്ട് നിറയ്ക്കുമാറാകണം, അങ്ങയുടെ സംരക്ഷണം കൊണ്ട് നിറയ്ക്കുമാറാകണം, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുമാറാകണം. അങ്ങയുടെ സാന്നിധ്യമുള്ളവർക്ക് സന്തോഷത്തിന്റെ പരിപൂർണത ഉണ്ട്. അവർ അത് രുചിച്ചറിയട്ടെ. വാത്സല്യത്തിൽ അവർ വർദ്ധിച്ചു വരട്ടെ, സ്നേഹത്തിൽ അവർ വർദ്ധിച്ചു വരട്ടെ. ഹല്ലേലൂയ. അവർ സകലവിധമായ നന്മകൾ കൊണ്ട് നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഒരു രോഗം അവരുടെ ഭവനത്തിൽ കടന്നു വരുവാൻ അങ്ങ് അനുവദിക്കത്തില്ല. എന്റെ പൊന്നുനാഥൻ ദൈവമേ, അങ്ങയുടെ അടിപ്പിണരുകളാൽ അവർക്ക് സൗഖ്യം വന്നിരിക്കുന്നു.
യേശുവിൻ്റെ നാമത്തിൽ അടിയനിത അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. എൻ്റെ പൊന്നു ദൈവമേ, സകലത്തിനുപരിയായി ഈ നാളുകളിൽ എൻ്റെ ദൈവമേ അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ആത്മീയരായി മാറുവാൻ, ലൗകികരായി നിൽപ്പാനല്ല. എൻ്റെ ദൈവമേ, കണ്ണുകൾ സ്വർഗത്തിൽ മാത്രം നട്ട് നടപ്പാൻ തക്കമുള്ള കൃപ നൽകണം. പ്രാർത്ഥനാ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ വചന ധ്യാനത്തിൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവം ദൈവമേ അങ്ങ് വചനത്തെ ഹല്ലേലൂയ പഠിപ്പിച്ച് കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിത സാഹചര്യങ്ങളിൽ വചനമാകുന്ന വാളെടുത്ത് ഹല്ലേലൂയ അത് വെട്ടുവാൻ തക്കമുള്ള കൃപ കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാവരങ്ങളാൽ അവരെ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ പൊന്നുനാഥനം ദൈവമേ, അവർ ഈ ലോകത്ത്, ഈ ദേശത്ത് അവർ അങ്ങേക്ക് വേണ്ടി ശോഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവർ മുഖാന്തരമായി അനേകർ ദൈവത്തിലേക്ക് തിരിയുവാൻ തക്കോണം ഇടവരട്ടെ. ജീവന്റെ പുസ്തകത്തിൽ പേരുകൾ എഴുതപ്പെട്ട് എന്റെ ദൈവമേ ഹല്ലേലൂയ അങ്ങയോട് ചേർന്നിരിപ്പാൻ തക്കോണമുള്ള കൃപ ഓരോരുത്തർക്കും നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൊന്നുപിതാവാം ദൈവമേ, ഈ സഭയെ ഒരിക്കൽ കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇവരടിയനോട് കാണിച്ച സകല സ്നേഹത്തിനായി, സകല സൽക്കരണങ്ങൾക്കായി അങ്ങയുടെ നാമത്തിലാണല്ലോ അവർ ചെയ്തിരിക്കുന്നത്. അങ്ങയുടെ വാഗ്ദത്തമാണ് എൻ്റെ പേരിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അനുഗ്രഹമുണ്ടെന്ന് പറയുന്ന ദൈവമേ, ജനത്തെ അടിയനിത അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പൊന്നു ദൈവമേ ഹല്ലേലൂയ. ഇവിടുത്തെ ശുശ്രൂഷകന്മാർ ഓരോരുത്തരെയും അങ്ങ് ശക്തമായി ഇനിയും എടുത്ത് ഉപയോഗിക്കുമാറാകണം. അടുത്ത തലമുറ ഉണരട്ടെ, അടുത്ത തലമുറ എഴുന്നേൽക്കട്ടെ, അടുത്ത തലമുറ അങ്ങേക്ക് വേണ്ടി ഒരുക്കപ്പെടട്ടെ. അതിനായി അവർ മേൽ അഭിഷേകം പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്ര ഹല്ലേലൂയ. കൃപയ്ക്ക് മേൽ കൃപ പകരുമാറാകണം, ബലത്തിന്മേൽ ബലം പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ യേശുവിൻ്റെ രക്തത്താൽ അവരെ കോട്ടയിട്ട് പ്രാർത്ഥിക്കുകയാണ്. അവർ 5 മേഖലകളെ യേശുവിൻ്റെ രക്തത്താൽ അടിയനിത മുദ്രയിട്ട് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. കൃപയിൽ മറച്ചാലും നടത്തിയാലെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വ പുകഴ്ച അങ്ങേക്ക് മാത്രം, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. മിച്ചം വന്നിരിക്കുന്ന അപ്പമുണ്ട്, മിച്ചം വന്നിരിക്കുന്ന വീഞ്ഞ് അല്ലെങ്കിൽ യേശുവിൻ്റെ രക്തത്തെ ചൂണ്ടിക്കാണിക്കുന്ന ആ വീഞ്ഞുണ്ട്. ഇതിൻ്റെ അർത്ഥം ഒന്ന് മാത്രമാ, അനേകർ പുറത്ത് ഉണ്ട്. ഇതുവരെ രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വന്നിട്ടില്ലാത്തവരുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം അവരോട് പറയുവാൻ ഒട്ടും താമസിക്കരുത്. ഹല്ലേലൂയ. പ്രൈസ് ബി ഗോഡ്. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി ഞാൻ പ്രിയ തോമസ്